അടുത്ത നമ്മുടെ ചാപ്റ്റർ എബയോട്ടിക് സ്ട്രെസ്. അപ്പം പ്ലാന്റിൽ എബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന സ്ട്രെസ്സും അതിനെ കൗണ്ടർ ചെയ്യാൻ എന്ത് സ്ട്രാറ്റജിയാണ് എംപ്ലോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പം എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ആകാം, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, സലൈനിറ്റി, വാട്ടർ ലോഡ് കണ്ടീഷൻ, ഇങ്ങനെയുള്ള ലിവിങ് ഓർഗാനിസം അല്ലാത്ത എന്ത് ഫാക്ടേഴ്സും പ്ലാന്റിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ്സാണ് എബയോട്ടിക് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഈ എബയോട്ടിക് സ്ട്രെസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേറെ ഒരു കാര്യം ഡിഫൈൻ ചെയ്യണം. ഐഡിയൽ ഗ്രോത്ത് കണ്ടീഷൻ ഫോർ എ പ്ലാന്റ്. ഐഡിയൽ ഗ്രോത്ത് കണ്ടീഷൻ ഫോർ എ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് അതിൻ്റെ വെയ്റ്റ്, ഹൈറ്റ് അല്ലെങ്കിൽ സീഡ് നമ്പർ, ഇതൊക്കെ അതിൻ്റെ മാക്സിമത്തിൽ ആ ഒരു പ്ലാന്റിന് ജനറ്റിക്കലി അതിനകത്ത് അതിൻ്റേതായിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ച് ആ ഒരു പ്ലാന്റിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പറിൽ എത്തി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഐഡിയൽ കണ്ടീഷൻ ഫോർ ഗ്രോത്ത് എന്ന് പറയുന്നത്. വളരെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് അതിൻ്റെ ജനറ്റിക് കണ്ടൻറ്റ് വെച്ച്, അതായത് ഓരോ പ്ലാന്റും അതിൻ്റെതായിട്ടുള്ള ജനറ്റിക് കോമ്പിനേഷൻ ഉണ്ട്, സൈസ് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരു മാക്സിമത്തിൽ എത്താനുള്ളൊരു ആ ഒരു കാര്യം, ഈ മാക്സിമം എത്താനുള്ള ഒരു കേപ്പബിലിറ്റി അതിൻ്റെ ജനറ്റിക് കണ്ടൻറ്റുമായിട്ട് റിലേറ്റാണ്. അപ്പോൾ ആ ജനറ്റിക് കണ്ടൻറ്റ് വെച്ച് ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് വെച്ചിട്ട് ഒരു പ്ലാന്റിന് അതിൻ്റെ ഗെയിൻ ചെയ്യാവുന്ന മാക്സിമം വെയ്റ്റ്, ഹൈറ്റ്, സീഡ് നമ്പർ, അങ്ങനെ ടോട്ടൽ ബയോമാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാന്റ് അതിൻ്റെ മാക്സിമത്തിൽ എത്തി നിൽക്കുന്ന കണ്ടീഷനാണ് ഐഡിയൽ ഗ്രോത്ത് കണ്ടീഷൻ. മാക്സിമം ബയോമാസ് പ്രൊഡക്ഷൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഐഡിയൽ ഗ്രോത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എബയോട്ടിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ മാക്സിമം ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും പ്ലാന്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന എബയോട്ടിക് ഫാക്ടേഴ്സാണ് എബയോട്ടിക് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ജനറ്റിക്കലി ഒരു പ്ലാന്റിന് ഐഡിയൽ കണ്ടീഷനിൽ ഒരു മാക്സിമം വെയിറ്റിലോട്ട് എത്താൻ പറ്റും, മാക്സിമം ബയോമാസിലോട്ട് എത്താൻ പറ്റും. അങ്ങനെ എത്തുന്നതിൽ നിന്നും പ്ലാന്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന എബയോട്ടിക് ഫാക്ടേഴ്സിനെയാണ് എബയോട്ടിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലൈറ്റ്. ഇപ്പോൾ ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് മാനറിലാണ് പ്ലാന്റിൽ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്, ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഫോട്ടോസിന്തസിൽ കുറവ് വരും, ഫോട്ടോസിന്തറ്റിക് പ്രൊഡക്ഷനിൽ കുറവ് വരും. അപ്പോൾ ഫോട്ടോസിന്തസിസ് ആണ് സോഴ്സ് ഓഫ് എനർജി. സ്വാഭാവികമായിട്ടും അവൈലബിൾ എനർജിക്ക് കുറവ് വരും. അപ്പോൾ പ്ലാന്റിന് രണ്ട് കാര്യത്തിലോട്ട് പോകാം. എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, പ്ലാന്റ് എന്ത് ചെയ്യും? ബയോസിന്തസിസ് അതായത് അല്ലെങ്കിൽ ടോട്ടൽ മെറ്റബോളിക് ആക്ടിവിറ്റി കുറയ്ക്കും. ഈ മെറ്റബോളിക് ആക്ടിവിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മെറ്റബോളിക് അവൈലബിൾ എനർജി കുറയുമ്പോൾ ഈ എനർജി ഉപയോഗിച്ചിട്ടുള്ള മെറ്റബോളിക് ആക്ടിവിറ്റി കുറയുന്ന വഴി ഗ്രോത്ത് അല്ലെങ്കിൽ റീപ്രൊഡക്ഷനെ അത് ബാധിച്ചേക്കാം. ഇനിയിപ്പോൾ അങ്ങനെ ബാധിക്കാണ്ട് പ്ലാന്റിന് മുന്നോട്ട് പോകണമെങ്കിൽ റിസർവ് ആയിട്ടുള്ള സ്റ്റോർഡ് ഫുഡിൻ്റെ യൂട്ടിലൈസേഷൻ നടക്കും. സ്റ്റാർച്ച് പോലെയുള്ള റിസർവ്ഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ യൂട്ടിലൈസേഷൻ നടക്കണം. അപ്പോൾ എന്താണെങ്കിലും ഈ പറയുന്ന ലൈറ്റിൻ്റെ ക്വാളിറ്റിയിൽ കുറവ് വരിക എന്നത് പ്ലാന്റിനെ ബാധിക്കും. ഒന്നെങ്കിൽ എന്താണ്? മെറ്റബോളിക് ആക്ടിവിറ്റി കുറയ്ക്കണം, അതുവഴി ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷനെ ബാധിക്കും. അല്ലെങ്കിൽ എന്താണ്? സ്റ്റോർഡ് ആയിട്ടുള്ള സ്റ്റാർച്ചിൻ്റെ അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ യൂട്ടിലൈസേഷന് വേണ്ടി വരും. ഇനി വാട്ടർ കുറവാണെങ്കിൽ പ്ലാന്റിന് ഏറ്റവും കൂടുതൽ വാട്ടർ ലോസ് സംഭവിക്കുന്നത് ട്രാൻസ്പിറേഷനിലൂടെയാണ്. ട്രാൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റൊമാറ്റയിലൂടെയാണ് ട്രാൻസ്പിറേഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റി അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലാന്റ് ഇമ്മീഡിയറ്റ്ലി എന്താ ചെയ്യാൻ പോകുന്നത്? സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന വാട്ടർ സ്കേഴ്സിറ്റിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ശരിയാണ്, സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്ന വഴി ട്രാൻസ്പിരേഷൻ, ലോസ് ഓഫ് വാട്ടർ കുറയുന്നു. പക്ഷേ ഈ സ്റ്റൊമാറ്റ വഴിയാണ് ഫോട്ടോസിന്തസിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇൻടേക്ക് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി കുറയുന്നു. അപ്പോഴും പ്രൊഡക്ഷനെ അത് ബാധിക്കും. ഇനി ഈ ഫിസിയോളജിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്, എന്ത് ഫിസിയോളജിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്? എബയോട്ടിക് സ്ട്രെസ്സിനോടുള്ള ഫിസിയോളജിക്കലി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ എല്ലാ സമയത്തും എന്താണ്? പ്ലാന്റിന് അതൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കും. പ്ലാന്റിൻ്റെ ഗ്രോത്ത്, സർവൈവൽ ആൻഡ് റീപ്രൊഡക്ഷനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എപ്പോഴും പ്ലാന്റിനുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെങ്കിലും പ്ലാന്റിൻ്റെ നോർമൽ
ഗ്രോത്ത് അല്ലെങ്കിൽ ടോട്ടൽ റീപ്രൊഡക്റ്റീവ് ഔട്ട്പുട്ടിനെ ഈ പറയുന്ന എബയോട്ടിക് സ്ട്രെസ്സ് ബാധിക്കും. ഇനി ഒരു പ്ലാന്റ് ഒരു ഒരു എബയോട്ടിക് സ്ട്രെസ്സിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണം, ഏത് മെക്കാനിസം ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പം ഇത് പ്ലാന്റിൻ്റെ ലൈഫ് ഹിസ്റ്ററി സ്ട്രാറ്റജി അനുസരിച്ചിരിക്കും. അതായത് പ്ലാന്റ് ആനുവൽ ആണോ പെരിനിയൽ ആണോ. ആനുവൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ലൈഫ് കംപ്ലീറ്റ് ആക്കിയിട്ട് നശിച്ചു പോകുന്ന പ്ലാന്റുകളാണ് ആനുവൽ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആനുവൽ പ്ലാന്റ് സ്ട്രെസ് അനുഭവിക്കുമ്പോൾ പോലും അതിൻ്റെ ചിന്ത എന്തായിരിക്കണം, അത് എന്ത് സ്ട്രാറ്റജി ആയിരിക്കണം എംപ്ലോയ് ചെയ്യേണ്ടത്. ഈ ഒരു വർഷത്തേക്കേ ലൈഫുള്ളൂ, ഇനിയിപ്പോൾ സ്ട്രെസ് എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ ഒരു ലൈഫ് ടൈമിൽ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, മാക്സിമം റീപ്രൊഡക്റ്റീവ് ഔട്ട്പുട്ടിലൂടെ മാക്സിമം സീഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പ്രോജനീസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ അതിന് ശരിക്കും പറയണമെങ്കിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈവൻ അഡ്വേഴ്സ് കണ്ടീഷനിൽ പോലും സ്റ്റോറേജ് ഓഫ് എനർജിയെ കഴിഞ്ഞും ഉപരി മാക്സിമം റീപ്രൊഡക്ഷൻ എന്നതായിരിക്കണം സ്ട്രാറ്റജി ആനുവൽ പ്ലാനിനെ സംബന്ധിച്ച്. ഇനി ഈ പറയുന്ന പെരിനിയൽ പ്ലാന്റിനെ സംബന്ധിച്ച് എന്തായിരിക്കണം സ്ട്രാറ്റജി? പെരിനിയൽ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു സീസൺ കൊണ്ട് ഇല്ലാണ്ടാകുന്നതല്ല, വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഒരു സീസണിൽ ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ വന്നാൽ പോലും ആ സീസണിൽ റീപ്രൊഡക്ഷനോട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ പിടിച്ചു നിൽക്കുക. ആ പിടിച്ചു നിൽക്കുന്ന വഴി ഫ്യൂച്ചറിൽ കൂടുതൽ റീപ്രൊഡക്ഷനോട്ട് പോകാൻ പറ്റും. അപ്പോൾ സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ അഡ്വേഴ്സ് കണ്ടീഷൻ വരുമ്പോൾ റീപ്രൊഡക്ഷനോട്ട് പോകാതെ, അല്ലെങ്കിൽ റീപ്രൊഡക്ഷനോട്ട് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ പ്ലാന്റിനെ സംബന്ധിച്ച് വൾണറബിൾ ആയിട്ട് പീരീഡാണ്. അങ്ങനെ പോകാതെ ആ ഒരു അഡ്വേഴ്സ് കണ്ടീഷനിൽ പിടിച്ചു നിന്നാൽ അടുത്ത സീസണിൽ കൂടുതൽ നമ്പർ ഓഫ് പ്രോജനീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് ടൈപ്പ് ആനുവൽസും പെരിനിയൽസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ ഈ ഒരു ഒപ്റ്റിമൽ കണ്ടീഷനിൽ പ്ലാന്റ് വളരുമ്പോൾ, നല്ല കണ്ടീഷനിൽ പ്ലാന്റ് വരുമ്പോൾ, ഈ പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് ഓർഗൻസ് തമ്മിൽ വലിയ കോമ്പറ്റീഷൻ ഇല്ല. കാരണം എനർജിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒപ്റ്റിമൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം പ്രൊഡക്ഷൻ നടക്കുന്ന സമയമാണ്. ഈ മാക്സിമം പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് എനർജി ഉണ്ട്. അപ്പോൾ ഈ എനർജിക്ക് വേണ്ടിയിട്ട് ഓർഗൻസ് കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒപ്റ്റിമൽ കണ്ടീഷനിൽ വളരുന്ന പ്ലാന്റ് നോർമലി അത് എങ്ങനെയാണോ ഗ്രോ ചെയ്ത് വളർന്ന് റീപ്രൊഡക്ഷനോട് പോകേണ്ടത് ആ എല്ലാ സ്റ്റേജിലൂടെയും കടന്നു പോയി പെർഫെക്റ്റ് ആയിട്ട് ആയിരിക്കും റീപ്രൊഡക്ഷനോട്ട് പോകുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് ഗ്രോത്ത് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ അത് റീപ്രൊഡക്ഷനിലോട്ട് പോകുന്നുള്ളൂ. എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമൽ കണ്ടീഷൻ വളരുമ്പോൾ സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് എനർജി ഉണ്ട്. ഈ എനർജി ഉപയോഗിച്ച് ഒരു ഗ്രോത്തിൻ്റെ എല്ലാ സ്റ്റേജിലൂടെയും പ്രോപ്പറായിട്ട് കടന്നു പോയി ആ ഒരു വേണ്ട സമയത്ത് മാത്രമേ റീപ്രൊഡക്ഷനോട്ട് പോകത്തുള്ളൂ. നേരെ മറിച്ച് സ്ട്രെസ്ഫുൾ കണ്ടീഷനിലാകുമ്പോൾ പലപ്പോഴും പ്ലാന്റിൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കും? ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലോട്ട് എത്തുക. അപ്പോൾ പലപ്പോഴും ഈ ഗ്രോത്തിൻ്റെ പല സ്റ്റേജുകളും ബൈപ്പാസ് ചെയ്ത് റീപ്രൊഡക്ഷനോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നോർമൽ വെജിറ്റേറ്റീവ് ഗ്രോത്തിൻ്റെ പല കണ്ടീഷനും ബൈപ്പാസ് ചെയ്ത് റീപ്രൊഡക്ഷനോട്ട് പോകാൻ, കാരണം അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ വെജിറ്റേറ്റീവ് ഗ്രോത്തിൻ്റെ എല്ലാ ഫേസിലൂടെയും പ്രോപ്പറായിട്ട് കടന്നു പോയിട്ടാണ് പലപ്പോഴും റീപ്രൊഡക്ഷനോട്ട് പോകുന്നത്. എന്നാൽ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ പലപ്പോഴും ഈ വെജിറ്റേറ്റീവ് ഗ്രോത്തിൻ്റെ എല്ലാ ഫേസിലൂടെയും കടന്നു പോകണമെന്ന് നിർബന്ധമില്ല. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അക്ലിമേഷൻ, അഡാപ്റ്റേഷൻ. അപ്പം ഈ എബയോട്ടിക് സ്ട്രെസ്സിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ് യൂട്ടിലൈസ് ചെയ്യുന്ന രണ്ട് സ്ട്രാറ്റജീസ്, ഒന്ന് അക്ലിമേഷൻ, രണ്ടാമത്തേത് അഡാപ്റ്റേഷൻ. അപ്പം അത് നമുക്ക് അക്ലിമേഷൻ എന്താണെന്ന് നോക്കാം. അപ്പം ഇവർ പറഞ്ഞേക്കുന്നത് altering physiology or morphology to enhance survival and reproduction. സർവൈവലിനെയോ റീപ്രൊഡക്ഷനെയോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഫിസിയോളജി അല്ലെങ്കിൽ മോർഫോളജി ചേഞ്ച്, പ്ലാന്റിൻ്റെ ഫിസിയോളജിക്കൽ ഇൻറ്റേർണലി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് കെമിക്കൽസ്, അല്ലെങ്കിൽ ഡ്രോട്ടിൻ്റെ സമയത്ത് എന്തെങ്കിലും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കെമിക്കൽസ് ഉണ്ടാകുക. അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് എബയോട്ടിക് സ്ട്രെസ്സിൻ്റെ സമയത്തും ഇൻറ്റേർണലി ചില ഫിസിയോളജിക്കൽ ചേഞ്ച് വരുന്ന വഴി പ്രൊട്ടക്റ്റഡ് ആകുക. അതുകൂടാതെ മോർഫോളജിക്കലി എന്ന് പറയുമ്പോൾ ലൈറ്റുള്ള ഭാഗത്തേക്ക് പ്ലാന്റ് ബെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള മോർഫോളജി, ഇങ്ങനെയുള്ള ഇതിനാണ് അക്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്ലിമേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ജനറ്റിക് ചേഞ്ച് ഇല്ല. ഉള്ള ഒരു
പ്ലാന്റിൽ ഉള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ പ്ലാന്റിൽ ഇൻറ്റേർണലി പ്രൊഡ്യൂസ് ചെയ്ത് ചില ഫാക്ടേഴ്സ് ഉപയോഗിച്ച് ഫിസിയോളജിക്കലി ആൻഡ് മോർഫോളജിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്, താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഈ ഒരു കണ്ടീഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലെയാണ് അക്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പലപ്പോഴും ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ ടു എ പർട്ടിക്കുലർ എബയോട്ടിക് സ്ട്രെസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ ഈ അക്ലിമേഷൻ്റെ സ്ട്രെങ്ത് കൂട്ടും. അപ്പോൾ പലപ്പോഴും ഈ ഗാർഡനിങ് നടത്തുന്ന ആൾക്കാർ പ്ലാന്റിനെ ഇനീഷ്യലി ഷെയ്ഡി വെച്ചിട്ട് ഡയറക്റ്റ്ലി വെയിലോട്ട് കൊണ്ട് വെക്കുകയല്ല, കുറച്ച് നേരം വെച്ച് നോക്കും, പിന്നെ കുറച്ചുകൂടെ ലെങ്ത് കൂട്ടി നോക്കും, അങ്ങനെ ഈ ഹീറ്റ് കണ്ടീഷനുമായിട്ട് അഡ്ജസ്റ്റഡ് ആകും. അപ്പോൾ അതിനെയാണ് അക്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അക്ലിമേഷൻ എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് ഒരു കണ്ടീഷൻ വരുമ്പോൾ പ്ലാന്റിലുണ്ടാകുന്ന മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചാണ് ആ കണ്ടീഷനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പെർമനൻ്റ് അല്ല, സ്ഥിരമായിട്ടുള്ള ചേഞ്ച് അല്ല. ഇത് ഈ കണ്ടീഷൻ കഴിയുമ്പോൾ ചിലപ്പം തിരിച്ചു പോയേക്കാം. അതുകൂടാതെ ചിലപ്പോൾ എപ്പിജനറ്റിക് ആയിട്ടുള്ള ചേഞ്ചുകളും അക്ലിമേഷൻ്റെ ഭാഗമായിട്ടുണ്ടായേക്കാം. അപ്പോൾ എന്താണ് എപ്പിജനറ്റിക് ചേഞ്ച്? ജീനുകളുടെ ആക്ടിവേഷൻ ഓർ ഇനാക്ടിവേഷൻ. ചില പ്രത്യേക കണ്ടീഷൻ വരുമ്പോൾ ചില ജീൻസ് ആർ ആക്ടിവേറ്റഡ് ആൻഡ് ചില ജീൻസ് ആർ ഇനാക്ടിവേറ്റഡ്. അതും അക്ലിമേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജനറലി അക്ലിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എന്താണ് അഡാപ്റ്റേഷൻ? അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിൽ കാണപ്പെടുന്ന പ്ലാന്റുകൾ എല്ലാം, ആ പോപ്പുലേഷനിലെ എല്ലാ മെമ്പേഴ്സിലും ചില ജീനുകൾ ഉണ്ടാകുക. ആ ജീനുകൾ ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള ഹസാർഡസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ആ പ്ലാന്റിന് കേപ്പബിലിറ്റി കൊടുക്കുക. അപ്പോൾ എന്ന് പറയുമ്പോൾ ആ എൻറ്റയർ പോപ്പുലേഷൻ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഈ പറയുന്ന എബയോട്ടിക് സ്ട്രെസ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പോപ്പുലേഷനിൽ ആ ഒരു കണ്ടീഷന് അഡാപ്റ്റഡ് ആയിട്ടുള്ള, അതിനെ കൗണ്ടർ ചെയ്യാൻ പാകത്തിന് ജീനുകളുള്ളവർ മാത്രമാണ് സെലക്ട് ആകുക. ഇപ്പോൾ സലൈനായിട്ടുള്ള സോയിലാണ് ഒരു സ്ഥലത്തുള്ളതെങ്കിൽ അവിടെയുള്ള ഒരു പർട്ടിക്കുലർ സ്പീഷീസിലെ പോപ്പുലേഷനിലെ എല്ലാ മെമ്പേഴ്സും വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായിട്ടും സർവൈവ് ചെയ്യുന്നതും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും ആ ഒരു കണ്ടീഷന് അഡാപ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ സലൈൻ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ പാകത്തിന് ജനറ്റിക് കണ്ടന്റ് ഉള്ളവരാണ് സെലക്ട് ആകുന്നത്. അങ്ങനെയുള്ള ഒരു പോപ്പുലേഷനെ നമ്മൾ പറയും അഡാപ്റ്റഡ് പോപ്പുലേഷൻ. ജനറ്റിക് ചേഞ്ച് ഇൻ ആൻ എൻറ്റയർ പോപ്പുലേഷൻ ആൻഡ് ദാറ്റ് ജനറ്റിക് ചേഞ്ച് ഈസ് ഫിക്സ്ഡ്. അതെന്ന് പറയുമ്പോൾ എന്താണ്? താൽക്കാലികമല്ല, അത് എപ്പോഴും ആ ജനറ്റിക്കലി അതേപോലെ തന്നെ നിൽക്കുന്നു. അല്ലാതെ ആ അഡാപ്റ്റഡ് കണ്ടീഷന് ഈ കണ്ടീഷൻ മാറുന്നതനുസരിച്ച് വ്യത്യാസം വരത്തില്ല. അപ്പോൾ അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അഡാപ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ജനറ്റിക് മോഡിഫിക്കേഷൻ ഓവർ മെനി ജനറേഷൻ, ഒരുപാട് ജനറേഷൻ ഇങ്ങനെ നിന്ന് വരുമ്പോൾ ബെറ്റർ വേരിയൻസ് അല്ലെങ്കിൽ ഒരു സൂട്ടഡ് ഇൻഡിവിജ്വൽസ് ആർ സെലക്റ്റഡ്. ഒരു പ്രത്യേക കണ്ടീഷന് ഓവർകം ചെയ്യാൻ പാകത്തിനുള്ള ഇൻഡിവിജ്വൽസ് ആർ സെലക്റ്റഡ്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രോജനികളും ആ ഒരു കേപ്പബിലിറ്റി ഉള്ളവരും. അതിനാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇവർ പറഞ്ഞേക്കുന്നത് യോർഷെയർ ഫോക്ക് ഗ്രാസ്. ഈ ഗ്രാസിൻ്റെ കേസിൽ ഭയങ്കരമായിട്ട് ആഴ്സനിക് കണ്ടൻ്റ് ഉള്ള സോയിലിൽ ഇതിനെ വളരാൻ പറ്റും, ആഴ്സനിക് കണ്ടൻറ്റ്. അപ്പം ഈ ആഴ്സനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി മെറ്റൽ അബ്സോർവ് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റിൽ അത് ടോക്സിക്കാണ്, പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ വളരെ സിവിയറായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആഴ്സനിക് ട്രാൻസ്പോർട്ടേഷൻ നടക്കാത്തത്, ഇൻടു ദ സെൽ ട്രാൻസ്പോർട്ട് ചെയ്യാത്ത പ്ലാന്റ് അങ്ങനെ ജനറ്റിക്കലി ആ രീതിയിലേക്ക് മാറിയ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ജീനുകൾ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് സെലക്ട് ആകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഴ്സനിക് കണ്ടൻ്റ് ഉള്ള സോയിൽ വളരുമ്പോൾ പോലും ആഴ്സനിക് ട്രാൻസ്പോർട്ടഡ് ആകുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഇൻഡിവിജ്വലുകളെയാണ് ഇതിനകത്ത് സെലക്റ്റഡ് ആകുന്നത്. അങ്ങനെയുള്ള ഇൻഡിവിജ്വലാണ് സെലക്ട് ആയത്. അപ്പം ഈ യോർഷെയർ ഫോക്ക് ഗ്രാസിൻ്റെ കേസിൽ ഭയങ്കരമായിട്ട് ആഴ്സനിക്കുള്ള സ്ഥലത്ത് വളർന്നാൽ പോലും ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നു. എന്തുകൊണ്ടെന്നാൽ ആഴ്സനിക്കിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ടു ദ റൂട്ട് ഹെയർ, അല്ലെങ്കിൽ റൂട്ട് സെല്ലിലോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് ആഴ്സനിക് ടോക്സിക് എഫക്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ രീതിയിൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് ഈ പോപ്പുലേഷനുള്ളത്. അപ്പം
ഇത് ഒരു അഡാപ്റ്റേഷന് എക്സാമ്പിളാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുക, ഒരു പ്ലാന്റ് എബയോട്ടിക് സ്ട്രെസ്സിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആകുന്നത് അക്ലിമേഷൻ കൊണ്ട് മാത്രമോ അഡാപ്റ്റേഷൻ കൊണ്ട് മാത്രമോ അല്ല. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഈ പറയുന്ന യോർക്ക്ഷയർ ഫോക്ക് ഗ്രാസിൻ്റെ കേസിൽ ശരിയാണ്, ആർസനിക് ഇൻറ്റു ദ സെൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ ആക്സിഡൻ്റലി ചില സെല്ലുകളിൽ അല്ലെങ്കിൽ ചില പ്ലാന്റുകൾ എന്താണ് ആർസനിക് ട്രാൻസ്പോർട്ട് ചെയ്തേക്കാം ഇൻറ്റു ദ സെൽ, 100% പ്രൊട്ടക്റ്റഡ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇൻറ്റേർണലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈറ്റോകീലേറ്റിൻ എന്ന് പറയുന്ന ഫാക്ടർ ഈ ആർസനിക് ടോക്സിസിറ്റിനെ ഇല്ലാണ്ടാക്കുന്നു. അപ്പോൾ ഈ ഫൈറ്റോകീലേറ്റിൻ്റെ പ്രൊഡക്ഷൻ എന്താണ്, അക്ലിമേഷൻ മൂലം വേണമെങ്കിൽ അല്ലെങ്കിൽ എക്സ്പോഷർ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് അതിൻ്റെ പ്രൊഡക്ഷൻ. അതൊരു ഫിസിയോളജിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഈ ഫൈറ്റോകീലേറ്റിൻ്റെ പ്രസൻസിൽ അഥവാ ആർസനിക് ട്രാൻസ്പോർട്ടഡ് ആയാൽ പോലും അതിന് എന്താണ് എഫക്റ്റ് ഇല്ലാണ്ടായിക്കളയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യോർക്ക്ഷയർ ഫോക്ക് ഗ്രാസിൻ്റെ കേസിൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷനെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ആർസനിക് ഇൻറ്റു ദ സെൽ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നു. പക്ഷേ ഇനി അഥവാ കുറച്ച് ആർസനിക് ട്രാൻസ്പോർട്ടഡ് ആയാൽ പോലും അതെന്താണ് ഫൈറ്റോകീലേറ്റിൻ്റെ പ്രൊഡക്ഷൻ കാരണം, അത് അക്ലിമേഷൻ കൊണ്ട് ഉണ്ടായ എന്താണ് ഫൈറ്റോകീലേറ്റിൻ്റെ പ്രൊഡക്ഷൻ കാരണം അത് ഇല്ലാണ്ടാക്കുന്നു, അതിൻ്റെ ഹാംഫുൾ എഫക്റ്റ് ഇല്ലാണ്ടാക്കുന്നു. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്ക് എൻവയോൺമെൻറ്റൽ ഫാക്ടർ ആൻഡ് ദെയർ ബയോളജിക്കൽ ഇമ്പാക്റ്റ് ഓൺ പ്ലാന്റ്സ്. അപ്പം എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് പ്ലാന്റിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ പ്ലാന്റ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ അതിനകത്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റബോളിക് പാത്വേ, അതായത് ആനബോളിസം കാറ്റബോളിസം നടക്കുന്നുണ്ട്. അപ്പം ഈ ഓരോ പാത്വേയിലും അതിൻ്റേതായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എൻസൈമുകളുണ്ട്. പലപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ എടുത്തിട്ട് എ എന്ന് പറയുന്ന പ്രിക്വസർ ബി എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് ആക്കി മാറ്റുന്നു, ബി എന്താണ് സി ആയിട്ട് മാറുന്നു. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ 1 എന്ന് പറയുന്ന എൻസൈം, സെക്കൻഡ് സ്റ്റെപ്പിൽ 2 എന്ന് പറയുന്ന എൻസൈം, ഇങ്ങനെയുള്ള ഒരുപാട് സീക്വൻഷ്യലായിട്ടുള്ള പാത്വേ ഒരുപാടെണ്ണമുണ്ട്. അതിനകത്ത് ഒരുപാട് എൻസൈമുകളും ഇൻവോൾവ് ആണ്. അപ്പം ഇങ്ങനെയുള്ള എൻസൈമുകൾക്കൊക്കെ ഫങ്ഷൻ ചെയ്യാനുള്ളൊരു ഒപ്റ്റിമൽ ടെമ്പറേച്ചറുണ്ട്. ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഒരുപാട് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലോ ഒരുപാട് ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാലോ ഈ എൻസൈമുകൾക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പ്ലാന്റിൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചറിലോട്ട് മേലോട്ട് പോയി കഴിഞ്ഞാൽ പല എൻസൈമുകളും ഇനാക്റ്റീവ് ആവും. മേലോട്ട് പോയി കഴിഞ്ഞാലും താഴോട്ട് പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ സലൈനിറ്റി കൂടിക്കഴിഞ്ഞാൽ ഡ്രോട്ട് ഒക്കെ ഈ എൻസൈമുകളെ ബാധിക്കുന്നതാണ്. അപ്പം ചില എൻസൈമുകൾ നോൺ ഫങ്ഷണൽ ആകും. അപ്പോൾ ഈ നോൺ ഫങ്ഷണൽ ആകുമ്പോൾ ഇപ്പം എല്ലാ എൻസൈമുകളും ഒരേപോലെയല്ല നോൺ ഫങ്ഷണൽ ആകും. ഇപ്പോൾ ഒരേ ടെമ്പറേച്ചർ തന്നെ ചിലപ്പോൾ എന്താണ് 1 നോൺ ഫങ്ഷണൽ ആയേക്കാം, 2 ഫങ്ഷണലും ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, 1 നോൺ ഫങ്ഷണൽ ആകുമ്പോൾ എ ടു ബി കൺവേർഷൻ നടക്കത്തില്ല, എയുടെ അക്യുമുലേഷൻ. ഇനിയിപ്പം 2 ആണ് നോൺ ഫങ്ഷണൽ ആകുന്നതെങ്കിൽ എന്തായിരിക്കും, 1 ഫങ്ഷണൽ ആണെങ്കിൽ എ ടു ബി കൺവേർഷൻ നടക്കും, പക്ഷേ ബി ടു സി കൺവേർഷൻ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ബിയുടെ അക്യുമുലേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അക്യുമുലേഷനും പല എൻസൈമുകളും നോൺ ഫങ്ഷണൽ ആകുമ്പോൾ ആ എൻസൈമിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഫങ്ഷൻ ചെയ്യേണ്ട ചില എൻസൈമുകൾ ഫങ്ഷണലായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ടോട്ടൽ പാത്വേക്ക് പ്രശ്നം വരുന്നത്. ഇതാണ് ഫങ്ഷണൽ അൺകപ്ലിംഗ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ അൺകപ്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിനകത്ത് ഈ സീക്വൻഷ്യലായിട്ട് നടക്കുന്ന പല പാത്വേസിലും ചില എൻസൈമുകൾ ഫങ്ഷണൽ അല്ലാണ്ടായി വരുമ്പോൾ ചില ഇൻ്റർമീഡിയറ്റിൻ്റെ അക്യുമുലേഷനും അതുവഴി പല ടോക്സിക് എഫക്റ്റും പ്ലാന്റിലുണ്ടാകുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ മൈറ്റോകോൺട്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിലുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഓരോ സ്റ്റേജിലും ഓരോ പ്രോട്ടീൻ കോംപ്ലക്സിലൂടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഫക്റ്റഡ് ആകുമ്പോൾ ഈ ഇലക്ട്രോണിനെ പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ ഈ ഓക്സിജനൊക്കെ ഇലക്ട്രോൺ അക്സെപ്റ്ററായി മാറുകയും റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൻ്റെ പ്രൊഡക്ഷന് കാരണമാവുകയും ചെയ്യും. നമ്മൾ പല ചാപ്റ്ററുകളിലും കണ്ടിട്ടുണ്ട് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പലപ്പോഴും പ്ലാന്റിൽ ഒരു ടോക്സിക് എഫക്റ്റാണുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൻ്റെ ുള്ള എൻസൈമുകളുടെ ഫങ്ഷണൽ അൺകപ്ലിംഗ് വഴി ഇലക്ട്രോണുകൾ പലപ്പോഴും പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ആകാതെ ഓക്സിജൻ ഈ ഇലക്ട്രോണിൻ്റെ അക്സെപ്റ്ററായിട്ട് ആക്ട് ചെയ്യും, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ O2 നമുക്ക് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന് എക്സാമ്പിളായിട്ട് O2 മൈനസ് O2 മൈനസ് H2O2 OH അല്ലെങ്കിൽ ഹൈഡ്രോക്സി റാഡിക്കൽ, ഇങ്ങനെയുള്ള റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പലപ്പോഴും പ്ലാന്റിൽ അക്യുമുലേറ്റ് ചെയ്യാറുണ്ട് ഈ എബയോട്ടിക് സ്ട്രെസ് വഴി. അപ്പം അങ്ങനെയുള്ള ഈ എബയോട്ടിക്
സ്ട്രെസ്സ്, ഈ എബയോട്ടിക് സ്ട്രെസ്സിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാനിവിടെ കൊടുത്തേക്കുന്ന ഡ്രോട്ട്, ഓസോൺ, ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ്, കോൾഡ്, ഫ്രീസിങ്, ഹീറ്റ്, യു വി റേഡിയേഷൻ, ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൻ്റെ അക്യുമുലേഷന് കാരണമാകുന്നു. അപ്പോൾ ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൻ്റെ ഇമീഡിയറ്റ് എഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് അത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ റിട്ടാർഡ് ചെയ്യും. ഗ്രോത്തും ഡെവലപ്മെൻറ്റും. കാരണം പ്ലാന്റ് ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കഴിഞ്ഞ് ഉപരി കൂടുതലായിട്ട് ഗ്രോ ചെയ്യുക അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നതിനെ കഴിഞ്ഞ് ഉപരി ഈ സമയത്ത് ഈ ഒരു കണ്ടീഷൻ നിന്ന് മുന്നോട്ട് പോവുക, ഗ്രോത്ത്. അപ്പം ആ ഗ്രോത്ത് റിട്ടാർഡായിട്ട് വരും. പിന്നെ എന്താണ്? സ്ട്രെസ് റെസ്പോൺസ് സിഗ്നൽ റിയാക്റ്റീവ് ഓക്സിജൻ ഡിപ്പെൻഡൻറ്റ് മാനറിൽ സ്ട്രെസ് റെസ്പോൺസ് സിഗ്നലുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ ചില സ്ട്രെസ് റെസ്പോൺസ് സിഗ്നൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇതാണ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഈ എബയോട്ടിക് സ്ട്രെസ് കൊണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം കമ്പാർട്ട്മെൻറ്റലൈസേഷൻ അഫക്റ്റഡ് ആകുന്നു. അപ്പോൾ എന്താണ് കമ്പാർട്ട്മെൻറ്റലൈസേഷൻ? ഇപ്പോൾ പ്ലാന്റിലാണെങ്കിൽ അല്ലെങ്കിൽ ആനിമൽസിലായിക്കോട്ടെ, അതിനകത്ത് വരെ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. സെല്ലെന്ന് പറയുമ്പോൾ തന്നെ സെൽ മെമ്പറിനൽ കവേർഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റാണ്. അതിനകത്ത് വേറെ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ വാക്യൂളുണ്ട്, ഓരോ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഇതൊക്കെ ഓരോ കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ അഫക്റ്റഡ് ആകുന്നു. അപ്പോൾ എന്താണ് കമ്പാർട്ട്മെൻറ്റലൈസേഷൻ? എന്താണ് കമ്പാർട്ട്മെൻറ്റിൻ്റെ റിലവൻസ്? ചില ബയോമോളിക്യൂളിനെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പലപ്പോഴും ഈ ഹൈ ടെമ്പറേച്ചറിൽ മെംബ്രെയിനിന് ഫ്ലൂയിഡിറ്റി കൂടുന്നു. നമുക്കറിയാം മെംബ്രെയിൻ ബേസിക്കലി ലിപ്പിഡും പ്രോട്ടീനോട് കൂടിയതാണ്. ലിപ്പിഡ് ലോ ടെമ്പറേച്ചറിൽ ഫ്രീസ് ആകുകയും ഹൈ ടെമ്പറേച്ചറിൽ എന്താണ് മെൽറ്റ് ആവുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഹൈ ടെമ്പറേച്ചറിൽ ഇൻക്രീസ്ഡ് ഫ്ലൂയിഡിറ്റിയും ലോ ടെമ്പറേച്ചറിൽ ഡിക്രീസ്ഡ് ഫ്ലൂയിഡിറ്റിയും. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലൂയിഡിക് കണ്ടീഷനിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റിലും ഔട്ട് ഓഫ് ദ കമ്പാർട്ട്മെൻറ്റ് ഇൻ ടു ദ കമ്പാർട്ട്മെൻറ്റ് ഒക്കെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയിട്ട് മെംബ്രെയിൻ ലിപ്പിഡിൻ്റെ ഫ്ലൂയിഡിറ്റി കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞായിക്കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് കമ്പാർട്ട്മെൻറ്റലൈസേഷൻ നടക്കത്തില്ല. അപ്പോൾ ഈ എബയോട്ടിക് സ്ട്രെസ്സ് അല്ലെങ്കിൽ മെയിനായിട്ടും ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റിയെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കുന്നു. ഹൈ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ഫ്ലൂയിഡിറ്റി, ലോ ടെമ്പറേച്ചർ ഡിക്രീസ്ഡ് ഫ്ലൂയിഡിറ്റി. ഇതൊക്കെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ മെംബ്രെയിൻ്റെ നേച്ചറിനെ ബാധിക്കുന്നതുകൊണ്ട് കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ബയോമോളിക്യൂളിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഈ എബയോട്ടിക് സ്ട്രെസ്. ഓക്കെ, ഇനി നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എബയോട്ടിക് സ്ട്രെസ്സുകൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ വാട്ടർ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും വാട്ടറിൻ്റെ അവൈലബിലിറ്റിയിലുണ്ടാകുന്ന കുറവ്. അപ്പോൾ പലപ്പോഴും ഈ വാട്ടർ ഡെഫിസിറ്റ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റിയുള്ള കുറവിനെ ഡ്രോട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാറുണ്ട്. ഈ ഡ്രോട്ട് എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയോളജിക്കൽ ആയിട്ടുള്ളൊരു ടേമാണ്. അപ്പോൾ റെയിൻ ഇല്ലാത്ത അവസ്ഥയാണ് ഡ്രോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡ്രോട്ടും വാട്ടർ ഡെഫിസിറ്റുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പലപ്പോഴും ഈ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ റെയിനിൻ്റെ അഭാവത്തിൽ പോലും സോയിലിൽ വാട്ടർ അവൈലബിൾ ആണെങ്കിൽ പ്ലാന്റിന് അത് വലിച്ചെടുക്കാൻ പറ്റും. പ്രസിപ്പിറ്റേഷൻ ഇല്ലാണ്ടിരിക്കുകയും അല്ലെങ്കിൽ റെയിൻ ഇല്ലാണ്ടിരിക്കുകയും സോയിലിലും വാട്ടർ ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ പറയുന്ന വാട്ടർ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പ്ലാന്റിന് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം പ്ലാന്റ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ നല്ലൊരു ശതമാനം വാട്ടറും ഈ പറയുന്ന സെൽ വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സെൽ വോളിയം, അതായത് ബയോമാസിൻ്റെ നല്ലൊരു ശതമാനവും വാട്ടറാണ്. ഇനി പ്ലാന്റിൻ്റെ കാര്യത്തിൽ വേറൊരു പ്രത്യേകതയുണ്ട്. പ്ലാന്റ് അബ്സോർവ് ചെയ്യുന്ന വാട്ടറിൻ്റെ 97% അറ്റ്മോസ്ഫിയറിലോട്ട് തിരിച്ചു വരുന്നു. മെയിനായിട്ടും ട്രാൻസ്പിരേഷൻ വഴി 97% വാട്ടറും തിരിച്ചു പോകുന്നു. അപ്പം അബ്സോർവ് ചെയ്തെടുക്കുന്ന വാട്ടറിൻ്റെ, സോയിലിൽ നിന്ന് എടുക്കുന്ന വാട്ടറിൻ്റെ നല്ലൊരു ശതമാനം വെളിയിലോട്ട് പോകുന്നു. 2% വെള്ളം മാത്രം സെൽ വോളിയത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ഉപയോഗിക്കുന്നു. 1% മാത്രമേ മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പല മെറ്റബോളിക് ആക്ടിവിറ്റിക്കും വാട്ടറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 1% മാത്രമേ ഈ മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് പ്ലാന്റ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരു സോയിലിൽ വാട്ടർ അവൈലബിലിറ്റി കുറഞ്ഞാൽ അല്ലെങ്കിൽ വാട്ടർ ഡെഫിസിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോപ്ലാസ്റ്റ് അല്ലെങ്കിൽ സെല്ലിൻ്റെ എക്സ്റ്റീരിയറിലുള്ള വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറയും. അപ്പം
വാട്ടറിന് മൂവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റീനെയാണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെംബ്രെയിനിൽ ഇപ്പം ഇതിൻ്റെ ഒരു സൈഡിനെ എ എന്നും ബി എന്നും ഞാൻ എഴുതുവാണെങ്കിൽ എവിടെയാണോ വാട്ടർ കൂടുതൽ, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ എവിടെയാണോ വാട്ടർ കൂടുതലുള്ളത്, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പം രണ്ടിടത്തും വാട്ടർ ഉണ്ട്, അപ്പോൾ എവിടെയാണോ വാട്ടർ കൂടുതലുള്ളത് അവിടെ നിന്നും കുറവുള്ള സ്ഥലത്തേക്കാണ് വാട്ടർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീനാണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഉള്ളിടത്തുനിന്നും ലോ കോൺസെൻട്രേഷനിലേക്കാണ് വാട്ടർ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പം സ്വാഭാവികമായിട്ടും സെല്ലിൻ്റെ എക്സ്റ്റീരിയറിൽ വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുതൽ സെല്ലിനകത്തായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, സെല്ലിൻ്റെ എക്സ്റ്റീരിയറിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലുള്ള വാട്ടർ വെളിയിലോട്ട് പോകുന്ന അവസ്ഥ വരും. അപ്പം അത് എന്തിന് കാരണമാകുന്നു, ഈ വാട്ടറിനാലുള്ള ടർജിഡ് പ്രഷർ കുറയ്ക്കാൻ കാരണമാകുന്നു. എവിടെ, സെല്ലിൻ്റെ ഇൻറ്റീരിയറിലുള്ള ടർജിഡ് പ്രഷർ. കാരണം സെല്ലിൻ്റെ വെളിയിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറവുള്ളപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലുള്ള സെല്ലിനകത്തുനിന്നും വെള്ളം വെളിയിലോട്ട് പോകുമ്പോൾ ഈ വാട്ടറാണ് സെല്ലിൽ ടർജിഡ് പ്രഷർ കൊടുക്കുന്നത്. ടർജിഡ് പ്രഷർ കുറയുന്നു. അപ്പോൾ എന്തായിരിക്കും, ആ ഒരു പ്രഷർ പൊട്ടൻഷ്യൽ കുറയുന്നു. അതുകൊണ്ട് തന്നെ വോളിയം ഓഫ് ദ സെല്ല് കുറയുന്നു. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിൽറ്റിങ്ങിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ കാണുന്നത്. സെല്ലിന് ടർജിഡ് പ്രഷർ കുറയുമ്പോൾ എന്താണ്, അപ്പോഴാണ് ഈ വിൽറ്റിംഗ്, വാടുക എന്നൊക്കെ അവസ്ഥയിലോട്ട് വരുന്നത്. അതുകൂടാതെ സെല്ലിൽ നിന്നും വാട്ടർ കുറയുമ്പോൾ വാട്ടർ മാത്രമേ പോകുന്നുള്ളൂ, അതിനകത്തുള്ള അയോൺസ് പോകുന്നില്ല. അപ്പോൾ കുറവ് വാട്ടർ, കൂടുതൽ അയോൺസ്. കാരണം അയോണിൻ്റെ നമ്പർ അല്ല കൂടുന്നത്, വാട്ടർ കുറയുന്നത് വഴി അയോണിക് കോൺസെൻട്രേഷൻ കൂടുന്നു. പല അയോണുകളും ഹൈ കോൺസെൻട്രേഷനിൽ സൈറ്റോടോക്സിക് ആണ്. ഒരു ഒപ്റ്റിമലായിട്ടുള്ള കോൺസെൻട്രേഷൻ അയോണുകൾ സൈറ്റോപ്ലാസിൽ വേണം. പക്ഷേ വാട്ടർ പുറത്തേക്ക് പോയി വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ സെല്ലുകളിൽ അയോണിക് കോൺസെൻട്രേഷൻ കൂടുന്നു. അയോണുകളുടെ എണ്ണം കൂടുന്ന വഴിയല്ല, വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നത് വഴി റിലേറ്റീവായിട്ട് അയോണിക് കോൺസെൻട്രേഷൻ കൂടുന്നു. ഈ അയോണിക് കോൺസെൻട്രേഷൻ കൂടുന്നത് എന്താണ്, അബ്സിസിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കാരണം. അപ്പോൾ വാട്ടർ സ്ട്രെസ്സിനോടുള്ള പ്ലാന്റിൻ്റെ ഒരു പ്രതികരണം എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് അബ്സിസിക് ആസിഡ് ആണ്. പിന്നെ പലപ്പോഴും ഈ വാട്ടർ സ്കേഴ്സിറ്റിയുടെ സമയത്ത് ഫോട്ടോസിന്തസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈമുകൾ അൺകപ്ലിങ്ങിലേക്ക് പോകുന്നു. നമ്മൾ തുടക്കത്തിലെ അൺകപ്ലിങ്ങിനെ പറ്റി പറഞ്ഞു. ഈ പറയുന്ന എൻസൈമുകൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഇൻ്റർമീഡിയറ്റിൻ്റെ അക്യുമുലേഷനൊക്കെ പലപ്പോഴും ഈ ഫോട്ടോസിന്തസിൽ ഹൈ എനർജി ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ട്. ആ ഇലക്ട്രോൺ NADPH ആണ്, ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റൻ്റ് ആണ്, NADPH ആണ്. അപ്പം ഈ അങ്ങോട്ട് പോകാതെ പലപ്പോഴും ഓക്സിജൻ ഈ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. അതുവഴി റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാകുകയും ചെയ്യുന്നു. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്താണെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്താ ചെയ്യുന്നത്, DNA ഡാമേജ് ഉണ്ടാക്കാം, പ്രോട്ടീൻ സിന്തസിനെ ഇൻഹിബിറ്റ് ചെയ്യാം, പെറോക്സിഡേഷൻ ഓഫ് ലിപ്പിഡ് ഡീഗ്രഡേഷൻ നടത്താം. അതുകൂടാതെ എന്താണ്, ഓക്സിഡേറ്റീവ് ഡീഗ്രഡേഷൻ ഓഫ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്. ഇതെല്ലാം സംഭവിക്കുന്നു എപ്പോൾ, വാട്ടർ ഡെഫിസിറ്റിൻ്റെ സമയത്ത്. നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ബയോട്ടിക് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സലൈനിറ്റി സ്ട്രെസ് ആണ്. അപ്പോൾ എന്താണ് സലൈനിറ്റി സ്ട്രെസ് എന്ന് പറഞ്ഞെങ്കിൽ, സോയിലിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ സലൈൻ ആകുക, അല്ലെങ്കിൽ അതിൽ അയോണിക് കോൺസെൻട്രേഷൻ കൂടിയ അവസ്ഥ. അപ്പോൾ നോക്ക്, ഈ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും അയോണിക് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടിയ സ്ഥലത്തേക്കാണ് വാട്ടർ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു റൂട്ട് സെല്ലാണെന്ന് വെക്കുക. ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ അയോണിക് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ സെല്ലിലുള്ളതിനെ കഴിഞ്ഞും കൂടുതൽ അയോണുകൾ വാട്ടറിൽ വരുമ്പോൾ, അല്ലെങ്കിൽ റൂട്ടിൻ്റെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന വാട്ടറിൽ വരുമ്പോൾ അയോണിക് കോൺസെൻട്രേഷൻ വെളിയിൽ കൂടുതലുള്ളത് കൊണ്ട് റൂട്ട് സെല്ലിലുള്ള വാട്ടർ വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഡെഫിസിറ്റാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, റൂട്ട് സെല്ലുകളുടെ ചുറ്റുമുള്ള സോയിലിൽ ഉള്ള വാട്ടറിൽ സലൈനിറ്റി കൂടുതലാണെങ്കിൽ, ഡിസോൾഡ് അയോണുകളുടെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ റൂട്ട് സെല്ലുകളിൽ നിന്നും വാട്ടർ വെളിയിലോട്ട് പോകുന്നു. അതിപ്പോൾ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ വാട്ടർ ഡെഫിസിറ്റാണ്. അപ്പോൾ നമ്മൾ ഡ്രൈ കണ്ടീഷൻ പറയുന്ന പോലെ തന്നെയാണ് സലൈനിറ്റി കൂടിക്കഴിഞ്ഞാൽ, അപ്പോൾ വാട്ടർ ഡെഫിസിറ്റാണ്.
പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയിലിൽ അയോണിക് കോൺസെൻട്രേഷൻ കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് സോയിൽ അല്ലെങ്കിൽ ഡിസോൾഡ് ആയിട്ടുള്ള വാട്ടറിൽ കൂടുതലുള്ളതുകൊണ്ട് ആ അയോണുകൾ ഇൻ ടു ദ സെൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സെല്ലിൽ നോർമൽ ഉള്ളതിനെ കഴിഞ്ഞും അയോണുകൾ കൂടുകയും ചെയ്യും. അപ്പോൾ രണ്ട് രീതിയിലാണ് സെല്ലിനെ ഇത് ബാധിക്കുന്നത്. ഒന്ന്, സെല്ലിനകത്തുള്ള വെള്ളം വെളിയിലേക്ക് പോകുന്നു. കാരണം വെളിയിലുള്ള വാട്ടറിൽ അയോണിക് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ അവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവുള്ളതുകൊണ്ട് സെല്ലിൽ നിന്നും വാട്ടർ വെളിയിലോട്ട് പോകുന്നു. അപ്പോൾ വാട്ടർ ഡെഫിസിറ്റ്, വെളിയിൽ അയോൺ കൂടുതലുണ്ട്, അയോണിൻ്റെ അപ്ടേക്ക് കൂടുന്നു. അതുവഴി എന്താണ് അയോൺ എഫക്റ്റ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സലൈനിറ്റി സ്ട്രെസ്സിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള സലൈനിറ്റി കൂടുതലുള്ള റീജിയണിൽ വളരാൻ അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഹാലോഫൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഹാലോഫൈറ്റ് ഈ ഒരു കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതാണ് ഗ്ലൈക്കോഫൈറ്റ്. ഗ്ലൈക്കോഫൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ സലൈനിറ്റിയിൽ അഡാപ്റ്റഡ് അല്ലാത്ത നോർമൽ പ്ലാന്റുകൾ. അപ്പോൾ ഇനി ഈ ഒരു നോൺ സലൈൻ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ സെല്ലിനകത്തെ അയോണിക് കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നോക്കാം. നോൺ സലൈൻ കണ്ടീഷനിൽ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ 100 മില്ലിമോൾ പൊട്ടാസ്യവും 100 മില്ലിമോൾ പൊട്ടാസ്യം സെല്ലിനകത്ത് കാണപ്പെടുന്നതാണ്. അതുകൂടാതെ എന്താണ് 10 മില്ലി മോളാണ് സോഡിയം. ഇതാണ് നോർമൽ കോൺസെൻട്രേഷൻ. നോർമലി സെല്ലിനകത്ത് ഇതാണ്. അപ്പോൾ സലൈൻ കണ്ടീഷനിൽ വരുമ്പോഴേക്കും പലപ്പോഴും സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും കോൺസെൻട്രേഷൻ ഇൻസൈഡ് സെല്ല് ഭയങ്കരമായിട്ട് കൂടും. നോക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട് സോഡിയത്തിൻ്റെ. ഇപ്പം സലൈൻ കണ്ടീഷനിൽ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും കോൺസെൻട്രേഷൻ 100 മില്ലിമോളായിട്ട് കൂടുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നോൺ സലൈൻ കണ്ടീഷനിൽ നോക്കുക സോഡിയം 10 മില്ലിമോളിൽ നിന്നും സലൈൻ കണ്ടീഷനോട്ട് വന്നപ്പോൾ എന്താണ് സോഡിയം 100 മില്ലിമോളായി. അതുപോലെ തന്നെ ക്ലോറിനും വളരെയധികം കൂടുന്നുണ്ട്. ഇങ്ങനെ ഹൈ കോൺസെൻട്രേഷൻ എത്തുമ്പോൾ എൻസൈമുകൾ പലതും നോൺ ഫങ്ഷണലായി പോകും ഈ അയോണിക് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ. അപ്പോൾ ഇതാണ് ഒപ്റ്റിമൽ കോൺസെൻട്രേഷൻ. എൻസൈമുകൾക്ക് നോർമലി ഫംഗ്ഷൻ ചെയ്യാത്ത ഒപ്റ്റിമൽ കോൺസെൻട്രേഷൻ നോൺ സലൈൻ കണ്ടീഷനിലാണ്. പക്ഷേ സലൈൻ കണ്ടീഷൻ വരുമ്പോൾ അയോണിക് കോൺസെൻട്രേഷൻ ഇൻസൈഡ് സെല്ല് കൂടുന്നത് കൊണ്ട് പല എൻസൈമുകൾക്കും ഒപ്റ്റിമലി ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാണ്ട് വരുന്നു. അപ്പോൾ സൈറ്റോടോക്സിക് ആയിട്ട് വരുന്നു. പലപ്പോഴും എന്തായിരിക്കും പ്രോട്ടീൻ ഡീഗ്രഡേഷൻ, എൻസൈമുകളുടെ ഇനാക്ടിവേഷൻ, മെംബ്രെയിൻ ഡിസ്അസംബ്ലി, മെംബ്രെയിനുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാരണഗതിയിൽ സെല്ലിൻ്റെ ഇൻസൈഡിൽ പൊട്ടാസ്യം കൂടുതലും ഔട്ട്സൈഡിൽ സോഡിയമാണ്. അപ്പോൾ അപ്പോപ്ലാസ് റീജിയൻസ്, ഈ പറയുന്ന പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ സെല്ലിൻ്റെ അപ്പോപ്ലാസ് സെല്ലിൻ്റെ എക്സ്റ്റീരിയറിലുള്ള സോഡിയം സാധാരണഗതിയിൽ ട്രാൻസ്പോർട്ടേഴ്സ് പൊട്ടാസ്യത്തിനെ അകത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് പൊട്ടാസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ഇൻസൈഡ് സെല്ല് കൂട്ടി വെക്കുകയാണ്. നമുക്ക് ഇവിടെ തന്നെ കണ്ടറിയാം 100 മില്ലിമോളാണ് നോർമൽ കണ്ടീഷനിലെ പൊട്ടാസ്യം. അപ്പോൾ ഈ പൊട്ടാസ്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടർ പ്രോട്ടീനെ എന്താണ് അവിടെ പോയിട്ട് ഈ സോഡിയം അകത്തേക്ക് വരാൻ തുടങ്ങും ഹൈ കോൺസെൻട്രേഷനിൽ. അപ്പോൾ സലൈനിറ്റി കൂടി കഴിയുമ്പോൾ പൊട്ടാസ്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പൊട്ടാസ്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അയോൺ ട്രാൻസ്പോർട്ടറിനെ ഉപയോഗിച്ച് സോഡിയം അകത്തേക്ക് വരാൻ പറ്റും. അങ്ങനെയും സോഡിയത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സലൈനിറ്റി കൂടിക്കഴിയുമ്പോൾ സെല്ലിൽ സംഭവിക്കുന്നത്. ഇനി ഇതിനോട് എങ്ങനെ പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുന്നു, എന്തൊക്കെ ചേഞ്ചാണ് പ്ലാന്റിൽ വരുന്നത്. അപ്പോൾ ഈ റെസ്പോൺസിനെ രണ്ടായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്, ഈ ആദ്യത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ ഓസ്മോട്ടിക് സ്ട്രെസ് എവിടെയാണ്, ഈ പറയുന്ന ഔട്ട്സൈഡ് സെൽ വാട്ടറിൽ അയോണിക് കോൺസെൻട്രേഷൻ കൂടുകയും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻസൈഡ് സെല്ലിൽ അയോണിക് കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുമ്പോൾ അതാണ് ആ ഓസ്മോട്ടിക് സ്ട്രെസ് വരുന്നത്. ആ ഓസ്മോട്ടിക് സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ സമയത്ത് പ്ലാന്റ് ചെയ്യുന്ന കാര്യം എന്താണ്, ഷൂട്ട് ഗ്രോത്ത് കുറയ്ക്കും, ലീഫ് എക്സ്പാൻഷൻ കുറയ്ക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്താണ്, ഫോട്ടോസിന്തസിസ് കുറവ്. കാരണം ഷൂട്ട് ഗ്രോത്ത്, ലീഫ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുമ്പോഴെന്താണ്, അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയവും ക്ലോറിനും കൂടുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ കണ്ടു എന്താണ്, സോഡിയം ക്ലോറിനും കൂടുന്നു. ഇനീഷ്യലി എന്തായിരുന്നു, ഓസ്മോട്ടിക് സ്ട്രെസ് ആണ്. ഓസ്മോട്ടിക് സ്ട്രെസ്സിൻ്റെ സമയത്ത് എന്താണ്, ഷൂട്ട് ഗ്രോത്ത് കുറയും, ലീഫ് എക്സ്പാൻഷൻ കുറയും. സോഡിയവും ക്ലോറിനൊക്കെ എന്താണ് കൂടുന്ന അവസ്ഥയിൽ എന്താണ്, ഫോട്ടോസിന്തസിസ് ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ ഇതാണ് സലൈനിറ്റി സ്ട്രെസ്സിൻ്റെ സമയത്ത് സംഭവിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലൈറ്റ്, ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് വഴി ഉണ്ടാകുന്ന
എബയോട്ടിക് സ്ട്രെസ്സിനെ പറ്റിയാണ്. അപ്പം സാധാരണഗതിയിൽ ഈ ലൈറ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഫോട്ടോ സിസ്റ്റം 2 ആണ്. അപ്പോൾ ലൈറ്റ് എനർജി ക്യാപ്ചർ ചെയ്ത് എന്താണ് ഫോട്ടോ സിസ്റ്റം 2 ആണ്. അപ്പം ലോ ലൈറ്റിൽ വളരുന്ന പ്ലാന്റുകൾ, ലോ ലൈറ്റ് അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഫോട്ടോ സിസ്റ്റം 2വിൻ്റെ ആൻറ്റിന പിഗ്മെൻ്റ് ആണ് ഈ ലൈറ്റ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ലോ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഉള്ള ലൈറ്റിനെ മാക്സിമം ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആൻറ്റിന പിഗ്മെൻറ്റുകളുടെ നമ്പർ കൂടുതലായിരിക്കും ആൻറ്റിനയുടെ. അപ്പോൾ ലോ ലൈറ്റിൽ ഫോട്ടോ സിസ്റ്റം 2വിലെ ആൻറ്റിന പിഗ്മെൻറ്റ് കൂട്ടുന്ന വഴി ഉള്ള ലൈറ്റിനെ മാക്സിമം റിയാക്ഷൻ സെൻറ്ററിലോട്ട് എത്തിക്കുകയും അതുവഴി എഫക്റ്റീവായിട്ട് ഫോട്ടോസിൻസ് നടക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഫോട്ടോ സിസ്റ്റം അഡാപ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെ ലോ ലൈറ്റ് കണ്ടീഷൻ അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റിനെ സഡനായിട്ട് ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ, കാരണം ഇപ്പോൾ എന്താണ് ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ ഫോട്ടോൺസ് വരുന്നുണ്ട്, അതുകൂടാതെ അതിനെ റിയാക്ഷൻ സെൻറ്ററിലോട്ട് എത്തിക്കാൻ വേണ്ടി ഒരുപാട് കൂടുതൽ ആൻറ്റിന പിഗ്മെൻറ്റ്സ് ഉള്ള കണ്ടീഷനിൽ ഓവർ എക്സൈറ്റേഷൻ ഓഫ് റിയാക്ഷൻ സെൻറ്റർ ക്ലോറോഫിൽ കൂടുതലായിട്ട് എക്സൈറ്റഡ് ആകും, കൂടുതൽ ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ആകും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ആ ഒരു മെക്കാനിസത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കഴിഞ്ഞും കൂടുതൽ ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യുമ്പോൾ പലപ്പോഴും റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്, അതായത് മോളിക്കുലർ ഓക്സിജൻ ഈ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് മോളിക്കുലർ ഓക്സിജൻ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആയിട്ട് മാറുന്നു. അപ്പോൾ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ നടക്കുന്നതെന്നുള്ള അറിയാം. ലിപ്പിഡിൻ്റെ ഡീഗ്രഡേഷൻ, DNA ഡീഗ്രഡേഷൻ, RNA ഡീഗ്രഡേഷൻ, പ്രോട്ടീൻ ഡീഗ്രഡേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ അതാണ് ലൈറ്റ് സ്ട്രെസ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി ടെമ്പറേച്ചർ സ്ട്രെസ്, ഹൈ ടെമ്പറേച്ചറും ലോ ടെമ്പറേച്ചറും ഒരുപോലെ പ്രശ്നമുണ്ടാക്കുന്നു പ്ലാന്റിൽ. ഇപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ പല പ്രോട്ടീനുകൾക്കും സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും, പ്രോട്ടീൻ ഡീനേച്ചേർഡ് ആകും. ഡീനേച്ചേർഡ് ആയിക്കഴിഞ്ഞാൽ പല എൻസൈമാറ്റിക് പാത്ത് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അൺകപ്ലിംഗ്, ചില എൻസൈമുകൾ നോൺ ഫങ്ഷണൽ ആകുമ്പോൾ അൺകപ്ലിങ്ങും, ചില ഇപ്പോൾ ഫോട്ടോസിന്തറ്റിക് എൻസൈമുകളൊക്കെ ആണെങ്കിൽ ഇലക്ട്രോണുകൾ പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ആകാത്തത് കൊണ്ട് അതും ഈ പറഞ്ഞ പോലെ O2 കിട്ടുകയും അതുവഴി റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാകുകയും ചെയ്യുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കൂടുന്നു, ഉള്ളതിനേക്കഴിഞ്ഞും കൂടുതൽ ഫ്ലൂയിഡിറ്റി കൂടുന്നു. ലോ ടെമ്പറേച്ചറിൽ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റി കുറഞ്ഞാലും കൂടിയാലും പലപ്പോഴും അൺകപ്ലിങ്ങിന് കാരണമായേക്കാം. എന്താ അൺകപ്ലിങ്? ഇപ്പോൾ ഫോട്ടോസിന്തറ്റിക് എൻസൈമുകൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈമുകൾ, മൈറ്റോകോൺഡ്രിയയിലുള്ള എൻസൈമുകൾ, ഇവരെല്ലാം മെംബ്രെയിൻ്റെ പാർട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റി കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും അൺകപ്ലിങ്ങിന് കാരണമായേക്കാം, അതുവഴി റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്തേക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ DNA, RNA ഇതിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റി ടെമ്പറേച്ചർ, ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചറിന് മേളിലും താഴെ പോയിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി അത് ബാധിക്കും. അപ്പം ഹൈ ടെമ്പറേച്ചർ ഡീസ്റ്റെബിലൈസസ് DNA ആൻഡ് RNA. ഹൈ ടെമ്പറേച്ചർ DNA ക്ക് സ്റ്റെബിലിറ്റി കുറവാണ്. എക്സ്ട്രീം അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറോട്ട് പോയി കഴിഞ്ഞാൽ DNA ഹാർഡൻ ആകും, അതുവഴി എന്താണ് സ്റ്റെബിലിറ്റി കൂടും. പക്ഷേ ഇങ്ങനെ ഹാർഡൻ ആകുന്നതുകൊണ്ട് ട്രാൻസ്ലേഷൻ ഇങ്ങനെയുള്ള ട്രാൻസ്ലേഷനൊക്കെ ഉപരി ട്രാൻസ്ക്രിപ്ഷൻ ഇങ്ങനെയുള്ള പ്രോസസ്സ് അഫക്റ്റഡ് ആകും. DNA അല്ലെങ്കിൽ RNA ഭയങ്കരമായിട്ട് ഹാർഡൻ ആയി പോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ, mRNA പ്രൊഡക്ഷൻ അല്ലെങ്കിൽ mRNAയിൽ നിന്ന് പ്രോട്ടീൻ പ്രൊഡക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഫക്റ്റഡ് ആയിട്ട് പ്ലാന്റിനെ ബാധിച്ചേക്കാം. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചർ സ്ട്രെസ്സിനെ പറ്റി പറയാനുള്ളത്. അടുത്ത ബയോട്ടിക് സ്ട്രെസ്സ് ഫ്ലഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ വാട്ടർ ലോക്ഡ് കണ്ടീഷൻ പ്ലാന്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ വാട്ടർ ലോക്ഡ് കണ്ടീഷനിൽ പ്ലാന്റിന് അവൈലബിൾ ആയിട്ടുള്ള O2, റൂട്ട് സർഫസിൽ അവൈലബിൾ ആയിട്ടുള്ള O2 വളരെ കുറവായിരിക്കും. അപ്പം ഈ ഓക്സിജൻ അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ കണ്ടൻറ്റ് ഓഫ് എയർ ആൻഡ് വാട്ടർ ഒരുപാട് വ്യത്യാസമുണ്ട്. O2 കോൺസെൻട്രേഷൻ ഇൻ എയർ 2 lakh പാർട്ട് പെർ മില്യൺ ആണ്, അത്രയും ഉണ്ട്. അത് ഡിസോൾഡ് O2 ഇൻ വാട്ടർ 10 പാർട്ട് പെർ മില്യൺ ആണ്, അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ നോർമലി ഫ്ലഡഡ് അല്ലാത്ത കണ്ടീഷനിൽ ഈ റൂട്ട് സെല്ലുകൾ ഈ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എയറുമായിട്ടാണ് കോണ്ടാക്ട് നിൽക്കുന്നത്. അപ്പോൾ എയറിൽ 2 lakh പാർട്ട് പെർ മില്യൺ ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ ഓഫ് ഓക്സിജൻ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കും. വാട്ടർ ലോക്ഡ് കണ്ടീഷനിൽ ഈ എയറിനെ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യും,
ഈ അബ്സോർവ് ചെയ്യുന്ന സെല്ലുകളുമായിട്ട് ഇമ്മീഡിയറ്റ് കോൺടാക്റ്റിൽ ആരാണ്? വാട്ടറാണുള്ളത്. വാട്ടർ ഉള്ളപ്പോൾ അവിടെ ഓക്സിജൻ കണ്ടൻറ്റ് 10 പാർട്ട്/മില്യൺ ആണ്. സ്വാഭാവികമായിട്ടും അവൈലബിൾ ഓക്സിജൻ വളരെ കുറവായതുകൊണ്ട് ഓക്സിജൻ്റെ യൂട്ടിലൈസേഷനെ അത് ബാധിക്കും. ഓക്സിജൻ എവിടെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? എയ്റോബിക് റെസ്പിറേഷന് വേണ്ടിയിട്ട്. എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്ത് ഗ്ലൂക്കോസ് ഉപയോഗിച്ച് ഗ്ലൈക്കോലൈസിസ്, ക്രബ്സ് സൈക്കിൾ, ഫൈനലി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഗ്ലൈക്കോലൈസിസ് മാത്രമേ നടക്കുകയുള്ളൂ. ഗ്ലൈക്കോലൈസിന് ശേഷം ബാക്കി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ഓക്സിജൻ്റെ ആബ്സെൻസ് എയ്റോബിക് റെസ്പിറേഷൻ നടക്കുന്നില്ല. എയ്റോബിക് റെസ്പിറേഷൻ നടക്കാത്തതുകൊണ്ട് പ്ലാന്റിന് ഒരേ ഒരു എനർജി സോഴ്സ് വാട്ടർ ലോക്ക്ഡ് കണ്ടീഷനിൽ ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഒരേ ഒരു എനർജി സോഴ്സ് ഉണ്ടെങ്കിൽ ഗ്ലൈക്കോലൈസിസ് ആണ്. ഗ്ലൈക്കോലൈസിൻ്റെ അല്ലെങ്കിൽ അനൈറോബിക് റെസ്പിറേഷനാണ്. അനൈറോബിക് റെസ്പിറേഷൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ആൽക്കഹോളാണ്. ഫൈനലി എന്താണ്? ആൽക്കഹോൾ ഫെർമെൻറ്റേഷനോട്ട് പോകും. കാരണം ഇത് എയ്റോബിക് റെസ്പിറേഷൻ പ്രോപ്പറായിട്ട് നടന്നെങ്കിൽ ആൽക്കഹോൾ. അപ്പോൾ സെല്ല് ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുന്നു. അപ്പോൾ റെസ്പിറേഷൻ കുറയുന്നു, അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനർജി, പ്ലാന്റിലുള്ള എനർജി എന്താണ്? കുറയുന്നു. സ്വാഭാവികമായിട്ടും മെറ്റബോളിസം അഫക്റ്റഡ് ആകുന്നു. അപ്പം മെറ്റബോളിക് ആക്ടിവിറ്റി അഫക്റ്റഡ് ആകുന്നു. കാരണം എനർജി കുറച്ചേ കിട്ടുന്നുള്ളൂ. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ O2 കുറവുള്ള കണ്ടീഷനിലും സഡനായിട്ട് ഹൈ O2 ഉള്ളിലോട്ട് കൊണ്ടുവന്നാൽ പോലും അതും പ്രശ്നമാണ്. എക്സ്ട്രാ O2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൻ്റെ പ്രൊഡക്ഷന് കാരണമാകും. ഓക്കെ, അപ്പം ഇനി അടുത്ത ഒരു എബയോട്ടിക് സ്ട്രെസ് എന്ന് പറയുന്നത് ഫ്രീസിംഗ് ആണ്. ഫ്രീസിംഗ് എന്ന് പറയുമ്പോൾ വാട്ടർ ഫ്രീസ് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് ടെമ്പറേച്ചർ പോവുകയാണെങ്കിൽ പ്ലാന്റിനെ എങ്ങനെ ബാധിക്കുന്നു? അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, പ്ലാന്റിൻ്റെ സെല്ലിലും അതിൻ്റെ എക്സ്ട്രാ സെല്ലുലർ അപ്പോപ്ലാസ്റ്റിലുള്ള അയോണിക് കോൺസെൻട്രേഷൻ നോക്കുകയാണെങ്കിൽ അപ്പോപ്ലാസ്റ്റിൽ അല്ലെങ്കിൽ സെല്ലിൻ്റെ എക്സ്റ്റീരിയറിലുള്ള ആ റീജിയനിൽ അയോണിക് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ ഫ്രീസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ലോ അയോണിക് കോൺസെൻട്രേഷൻ ഉള്ള ലിക്വിഡ് ആദ്യം ഫ്രീസ് ആകും. ലോ അയോണിക് കോൺസെൻട്രേഷൻ, അതായത് എലിവേഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കൂടുന്നു എപ്പോൾ? അയോണിക് കോൺസെൻട്രേഷൻ കൂടുതലുള്ളപ്പോൾ. അപ്പോൾ സെല്ലിനകത്ത് അയോണിക് കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് കൊണ്ട് അപ്പോപ്ലാസ്റ്റിൽ എന്താണ്? വാട്ടറിൽ അയോണിക് കോൺസെൻട്രേഷൻ കുറവുള്ളത് കൊണ്ടും ആദ്യം ഫ്രീസ് ആകുന്ന സെല്ലിൻ്റെ എക്സ്റ്റീരിയറിൽ ഉള്ള വാട്ടറാണ്. അപ്പം സൈറ്റോപ്ലാസം അല്ല ഫ്രീസ് ആകുന്നത്, സെല്ലിൻ്റെ എക്സ്റ്റീരിയറിലുള്ള റീജിയനാണ് ആദ്യമായിട്ട് ഫ്രീസ് ആകുന്നത് ലോ ടെമ്പറേച്ചറിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രീസ് ആയിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫ്രീസ് ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് വാട്ടറായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല, അവൈലബിൾ വാട്ടർ അല്ല. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഇൻസൈഡ് സെല്ല് കൂടുതലും ഔട്ട്സൈഡ് കുറവാണ്. വാട്ടർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വാട്ടറിന് മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, വാട്ടർ പൊട്ടൻഷ്യൽ അപ്പോൾ ഇൻസൈഡ് സെൽ കൂടുന്നു. കാരണം വാട്ടറിന് മൂവ് ചെയ്യുന്നത് അകത്തുനിന്നും വെളിയിലോട്ട് മൂവ് ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ സെല്ലിൻ്റെ വെളിയിൽ ഉള്ള വാട്ടർ ഫ്രീസായി, അകത്ത് മാത്രം വാട്ടർ ഫ്രീസ് ആയിട്ടില്ല. കാരണം അകത്ത് അയോണിക് കോൺസെൻട്രേഷൻ കൂടുതലുള്ളതുകൊണ്ട് ഫ്രീസ് ആയിട്ടില്ല. അപ്പം വാട്ടർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെല്ലിൻ്റെ എക്സ്റ്റീരിയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അകത്താണ് വാട്ടർ കൂടുതലുള്ളത്. കാരണം ആ വാട്ടർ അങ്ങനെ തന്നെ വാട്ടറായിട്ട് നിൽക്കുകയാണ്, വെളിയിലുള്ള വാട്ടർ ഫ്രീസ് ആയിപ്പോയി. അപ്പം വാട്ടർ പൊട്ടൻഷ്യൽ ഇൻസൈഡ് സെല്ലാണ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് വാട്ടർ ഔട്ട്ഫ്ലോ. എന്താണ് വാട്ടർ പൊട്ടൻഷ്യൽ? വാട്ടറിന് മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ്. ഇപ്പോൾ മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അകത്തുള്ള വാട്ടറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്തുള്ള വാട്ടർ വെളിയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ വെളിയിലേക്ക് പോകുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ കണ്ടീഷനിൽ വാട്ടർ സ്കേഴ്സിറ്റിയുടെ സമയത്ത് സംഭവിക്കുന്ന കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. വാട്ടർ വെളിയിലേക്ക് പോകുമ്പോൾ ടർജിഡ് പൊട്ടൻഷ്യൽ കുറയുന്നു. സെല്ലിൻ്റെ ടർജിഡിറ്റി ഇല്ലാണ്ടാകുന്നു അല്ലെങ്കിൽ കുറയുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു -10 ഡിഗ്രി സെൽഷ്യസിൽ ഈ സെല്ലിനകത്തുള്ള വാട്ടറിൻ്റെ 90% വെളിയിലേക്ക് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രീസിങ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഡ്രോട്ട്. ഓക്കെ, അടുത്ത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു എബയോട്ടിക് സ്ട്രെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി മെറ്റലാണ്. അപ്പോൾ ഹെവി മെറ്റൽ എന്ന് പറയുമ്പോൾ കാഡ്മിയം, ആർസനിക്, അലുമിനിയം പോലെയുള്ള ഹെവി മെറ്റൽ, ഇങ്ങനെയുള്ള ഹെവി മെറ്റലുകൾ സൈറ്റോപ്ലാസ്റ്റിൽ കൂടുതലായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എങ്ങനെയാണ് സൈറ്റോപ്ലാസ്റ്റിലോട്ട് കൂടുതലായിട്ട് ഇത് എൻ്റർ ചെയ്യുന്നത്? അതിൻ്റെ സോയിലിൽ കൂടുതലായിട്ട് ഹെവി മെറ്റൽ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അബ്സോർവ് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഹെവി മെറ്റലിൻ്റെ പ്രസൻസിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൻ്റെ ക്വാണ്ടിറ്റി കൂടും, ഫോട്ടോസിന്തസിസ് ഇൻഹിബിറ്റഡ് ആകും, എൻസൈമുകൾ നോൺ ഫങ്ഷണൽ ആകും, അതുപോലെ മെംബ്രെയിൻ സ്ട്രക്ചർ ഡിസ്ട്രപ്റ്റഡ് ആകും, പ്രോഗ്രാംഡ് സെൽ ഡെത്തിന് കാരണമാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
നടക്കാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന ഹെവി മെറ്റലിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ഈ ഹെവി മെറ്റൽസ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഹെവി മെറ്റൽസും എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസിനെ മിമിക് ചെയ്യുന്നുണ്ട്. അപ്പം എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസ് ലൈക്ക് കാൽസ്യം, മെഗ്നീഷ്യത്തിനൊക്കെ മിമിക് ചെയ്യും. അപ്പം ഈ പറയുന്ന ഹെവി മെറ്റൽ സൈറ്റോപ്ലാസ്റ്റിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽ ചില എൻസൈമുകളുടെ പ്രോസ്തറ്റിക് ഗ്രൂപ്പാണ്. ക്ലോറോഫില്ലിന് അങ്ങനെയുള്ള ക്ലോറോഫില്ല്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഷൻ ചെയിൻ ലിങ്കിനായിട്ടുള്ള ഒരുപാട് എൻസൈമുകളുടെയും പിഗ്മെൻറ്റിൻ്റെയൊക്കെ പ്രോസ്തറ്റിക് ഗ്രൂപ്പായിട്ട് മെഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ ഈ മെഗ്നീഷ്യത്തിനെ കാഡ്മിയം മിമിക് ചെയ്യും. കാഡ്മിയം ഹെവി മെറ്റലാണ്. ഈ കാഡ്മിയം സൈറ്റോപ്ലാസ്റ്റിൽ വന്നാൽ മെഗ്നീഷ്യത്തിൻ്റെ സ്ഥാനത്ത് കാഡ്മിയം എടുത്തു വെക്കും. അപ്പോൾ എൻസൈമുകൾക്കോ അല്ലെങ്കിൽ പിഗ്മെൻറ്റിനോ ഒക്കെ എൻ്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടും. അപ്പോൾ അതുവഴി ആ എൻസൈം ഇൻവോൾവ് ആയിട്ടുള്ള മെറ്റബോളിക് പാത്വേ അഫക്റ്റഡ് ആകാം. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൻ്റെ പ്രൊഡക്ഷന് കാരണമാകാം. അതുവഴി മെമ്പറൈൻ ഡിസ്ട്രപ്ഷൻ, പലപ്പോഴും പ്രോഗ്രാം റിസൾട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കാം. അത് മാത്രമല്ല പലപ്പോഴും ഈ കാഡ്മിയം കാൽസ്യത്തിനെ മിമിക് ചെയ്ത്, നമുക്കറിയാം കാൽസ്യം എങ്ങനെയാണെന്നുള്ളത്. കാൽസ്യം ഒരുപാട് ബയോസിഗ്നലിംഗ് പാത്വേയുടെ സെക്കൻഡ് വെസ്റ്ററാണ്. അപ്പോൾ ഈ കാഡ്മിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിയുമ്പോൾ പ്ലാന്റ് ഇതിനെ കാൽസ്യത്തിൻ്റെ ഇൻക്രീസ് ആയിട്ട് തെറ്റിദ്ധരിച്ച് അൺവാണ്ടഡ് ആയിട്ട് ചില സിഗ്നലിംഗ് പാത്ത് ആക്ടിവേറ്റഡ് ആകാം. ഇതൊക്കെ ഈ ഹെവി മെറ്റലിൻ്റെ പ്രസൻസിൻ്റെ കൊണ്ട് പ്ലാന്റിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇനി അത് മാത്രമല്ല, ഹെവി മെറ്റൽ ഓക്സിജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. പിന്നെ ചില എൻസൈമിൽ ബൈൻഡ് ചെയ്തിട്ട് എൻസൈമിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നു. ഇതെല്ലാം ഹെവി മെറ്റൽസ് കൊണ്ട് പ്ലാന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇനി വേറെ ഒരു എബയോട്ടിക് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനറൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. എന്താണ് മിനറൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്? നമുക്കറിയാം മിനറൽ ന്യൂട്രിയൻസ്, അയൺ, മെഗ്നീഷ്യം ഇതുപോലെയുള്ള മിനറൽ ന്യൂട്രിയൻസ് പ്ലാന്റിൽ ഒരുപാട് കാര്യങ്ങളിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി സ്വാഭാവികമായിട്ടും പ്ലാന്റിനെ ഒരുപാട് കാര്യങ്ങൾ ബാധിച്ചേക്കാം. അപ്പോൾ പലപ്പോഴും ഈ സോയിലിൽ മിനറൽ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അബ്സോർഷൻ നടക്കാണ്ടിരിക്കുന്ന അവസ്ഥ വരാം. അപ്പോൾ എങ്ങനെയാണ് അബ്സോർഷൻ നടക്കാണ്ടിരിക്കുന്ന അവസ്ഥ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയിലിൻ്റെ pH വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മിനറൽ ന്യൂട്രിയൻസിൻ്റെ അബ്സോർഷനെ സംബന്ധിച്ച്. ഇപ്പം അയൺ, മെഗ്നീഷ്യം പോലെയുള്ള മിനറൽ ന്യൂട്രിയൻസിൻ്റെ അബ്സോർഷൻ എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമൽ റേഞ്ച്, അല്ലെങ്കിൽ സാധാരണ മിനറൽ ന്യൂട്രിയൻസിനെ പ്ലാന്റിന് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന ഒപ്റ്റിമം ആയിട്ടുള്ള pH റേഞ്ച് 4.5 to 6.3 ആണ്. 4.5 to 6.3. അപ്പോൾ ഈ pHൽ നിന്നും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഈ മിനറൽ ന്യൂട്രിയൻസിൻ്റെ അബ്സോർഷനെ ബാധിച്ചേക്കാം. അതുവഴി മിനറൽ ഡെഫിഷ്യൻസിക്ക് തുല്യമായിട്ടുള്ള ഫീനോടൈപ്പ് പ്ലാന്റിൽ ഉണ്ടായേക്കാം. അപ്പോൾ മിനറൽ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി മിനറൽ ന്യൂട്രിയൻസ് ഇല്ലാത്തതുകൊണ്ടും വരാം, pHൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടും മിനറൽ ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്യാണ്ടിരിക്കുന്നത് കൊണ്ടും ഉണ്ടാവാം. അതുകൂടാതെ ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എബയോട്ടിക് സ്ട്രെസ്സാണ് ഓസോൺ. അപ്പോൾ ഈ ഓസോൺ പലപ്പോഴും സ്റ്റൊമാറ്റ വഴി പ്ലാന്റിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നു. സ്റ്റൊമാറ്റ വഴി പ്ലാന്റിനകത്തോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഓസോൺ O2 ആണ്. O2 പലപ്പോഴും അത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആയിട്ട് കൺവേർട്ടഡ് ആകാം. അതുവഴി പ്ലാന്റിന് സ്ട്രെസ് ഉണ്ടാകാം. പലപ്പോഴും ലീഫിലൊക്കെ ലീഷൻസ് ഉണ്ടായിട്ട് പ്രോഗ്രാംഡ് സെൽ ഡെത്തിന് കാരണമാകാം. അതുകൂടാതെ പല റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസും O2 അല്ലെങ്കിൽ ഓസോണിനാൽ ഉണ്ടാകപ്പെട്ട പല റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസും റെപ്ലിക്കേഷൻ്റെ സമയത്ത് DNA-യിൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജനറലി എബയോട്ടിക് സ്ട്രെസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എബയോട്ടിക് സ്ട്രെസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോമ്പിനേഷൻ ഓഫ് എബയോട്ടിക് സ്ട്രെസ്. നമ്മൾ ഇൻഡിവിജ്വലി ഓരോ എബയോട്ടിക് സ്ട്രെസ്സുകളെ പറ്റിയും പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. ഇനി കോമ്പിനേഷൻ, ഒരേ സമയം ഒന്നിൽ കൂടുതൽ എബയോട്ടിക് സ്ട്രെസ്സുകൾ ഒരു പ്ലാന്റിൽ വരികയാണെങ്കിൽ എന്താണെന്നുള്ളത് സംഭവിക്കുന്നത്. ഇത് അങ്ങനെ വളരെ ജനറലൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡ്രോട്ട് ആൻഡ് ഹീറ്റ് സ്ട്രെസ്. ഡ്രോട്ടും ഹീറ്റ് സ്ട്രെസ്സും. ഡ്രോട്ട് എന്ന് പറയുമ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥ, ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ. ഇതിപ്പോൾ രണ്ടും ഒരേ സമയത്ത് വരികയാണെങ്കിൽ ഇപ്പോൾ രണ്ടിനോടും ഇൻഡിവിജ്വലി ഈ ഒരു കാര്യത്തെ ഫേസ് ചെയ്യുമ്പോൾ പ്ലാന്റ് എന്ത് ചെയ്യും നമുക്ക് ആദ്യം നോക്കാം. ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ഡ്രോട്ട് വരുമ്പോൾ, വാട്ടർ സ്കേഴ്സിറ്റി വരുമ്പോൾ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് ട്രാൻസ്പിരേഷൻ ഒഴിവാക്കാനാണ് നോക്കുന്നത്. നേരെ മറിച്ച് ഹീറ്റ് എന്ന് പറയുന്ന കണ്ടീഷനോട്ട് വരുമ്പോൾ ട്രാൻസ്പിരേഷൻ കൂട്ടി ലീഫ് സർഫസ് കൂൾ ചെയ്യാൻ നോക്കും. അപ്പോൾ ഡ്രോട്ടിന് സ്റ്റൊമാറ്റ ക്ലോസ് ആയിട്ട് വെക്കണം,
ഡ്രോട്ടിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹീറ്റ് സ്ട്രെസ്സിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൊമാറ്റോ ഓപ്പൺ ആക്കി വെക്കണം. അപ്പോൾ പലപ്പോഴും ചില കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് പ്ലാന്റിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. കാരണം ഓരോന്നിലും ഇൻഡിവിജ്വലി എന്തൊക്കെ സ്ട്രാറ്റജിയാണ് എംപ്ലോയ് ചെയ്യുന്നത് അതിന് അഗെയിൻസ്റ്റായിട്ട് വേറെ ചില രീതിയിൽ ഇതിനോട് പ്രതികരിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ പല കോമ്പിനേഷൻസ് ഉണ്ട്. പല കോമ്പിനേഷൻസ് പറയുമ്പോൾ ചില കോമ്പിനേഷൻസ് പ്ലാന്റിന് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കോമ്പിനേഷൻസാണ്. നമുക്ക് ഡ്രോട്ട് ആൻഡ് ഹീറ്റ്, ഞാനീ പറഞ്ഞ കാര്യം. ഇനി എന്താണ് ന്യൂട്രിയൻ സ്ട്രെസ് ആൻഡ് ഡ്രോട്ട്, ന്യൂട്രിയൻ സ്ട്രെസ് ആൻഡ് സലൈനിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കോമ്പിനേഷൻ പ്ലാന്റിന് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കോമ്പിനേഷനാണ് പലപ്പോഴും. കാരണം ഒരു കാര്യത്തിൽ ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് കാര്യം മറ്റേ സംഗതിയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടി വരുന്നു. നേരെ മറിച്ച് ഇപ്പോൾ ഡ്രോട്ട് ആൻഡ് ഓസോൺ, ഡ്രോട്ട് വരുമ്പോൾ സ്റ്റൊമാറ്റോ ക്ലോസ് ചെയ്യണം. ഓസോൺ കൂടുതലുള്ളപ്പോൾ ഓസോൺ ഇതിൽ എൻ്റർ ചെയ്യുന്നത് സ്റ്റൊമാറ്റോ വഴിയാണ്. അപ്പോൾ ഡ്രോട്ട് വരുമ്പോൾ സ്റ്റൊമാറ്റോ ക്ലോസ് ചെയ്യുന്നു. അതുവഴി എന്താണ് ഓസോണിൻ്റെ എൻട്രി ഇൻ ടു ദ സെൽ അതെന്താണ് ഒഴിവാക്കാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇത് കോമ്പിനേഷൻ കുഴപ്പമില്ല, പ്ലാന്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരേ കാര്യം തന്നെ ചെയ്താൽ. അതുപോലെ ഓസോൺ ആൻഡ് UV, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഡ്രോട്ട്, ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഡ്രോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോട്ടിൻ്റെ സമയത്ത് വാട്ടർ ലോസ് ഒഴിവാക്കാൻ വേണ്ടി സ്റ്റൊമാറ്റോ ക്ലോസ് ആക്കി വെക്കണം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റർ ചെയ്യുന്നത് സ്റ്റൊമാറ്റോ വഴിയാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റൊമാറ്റോ ക്ലോസ് ആക്കി വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എൻട്രിയെ ബാധിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ട് വന്നിട്ട് വേണം ഫോട്ടോസിന്തസിസ് നടത്താൻ. എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റൊമാറ്റോ ക്ലോസ് ആക്കി വെച്ചാലും കുഴപ്പമില്ല. ഡ്രോട്ടിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി സ്റ്റൊമാറ്റോ ക്ലോസ് ആക്കി വെച്ചിരിക്കുന്നു. ആ സമയത്ത് എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന പ്രശ്നമുണ്ട്. പക്ഷേ അതെന്താണ് ബെനിഫിഷ്യലാണ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അകത്തുള്ള കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസിലോട്ട് പോകാൻ പറ്റും. അപ്പം ഇതാണ് ജനറലി ഈ കോമ്പിനേഷൻ ഓഫ് എബയോട്ടിക് സ്ട്രെസ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മുടെ ടോപ്പിക്ക് ക്രോസ് പ്രൊട്ടക്ഷൻ. അപ്പോൾ എന്താണ് ക്രോസ് പ്രൊട്ടക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്ലാന്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എബയോട്ടിക് സ്ട്രെസ് ഉണ്ട്. അപ്പോൾ എല്ലാ എബയോട്ടിക് സ്ട്രെസ്സിനും പ്ലാന്റിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് മിക്കവാറും ഒരുപോലെയാണ്. അല്ലെങ്കിൽ ബയോട്ടിക് സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൻ്റെ പ്രൊഡക്ഷൻ, പ്രോട്ടീൻ ഡീനേച്ചേർഡ് ആകുക, പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പോവുക, അല്ലെങ്കിൽ ഓസ്മോളാരിറ്റിയിൽ വരുന്ന വ്യത്യാസം, അപ്പം എന്താണ് അയോണിക് കോൺസെൻട്രേഷൻ ഇൻസൈഡ് സെല്ലിൽ വ്യത്യാസം വരും. ഇതൊക്കെയാണ് എബയോട്ടിക് സ്ട്രെസ്സിനാൽ പ്ലാന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് സ്കാവഞ്ചിങ് എൻസൈം, അതിനെ ഒഴിവാക്കുന്ന എൻസൈം. മോളിക്കുലർ ചാപ്രോൺസ് എന്താണ്? ഡീനേച്ചേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ കറക്റ്റ് ആക്കുന്ന എൻസൈം. അതുകൂടാതെ ഓസ്മോ പ്രൊട്ടക്റ്റേഴ്സ് സെല്ലിൻ്റെ അയോണിക് കോൺസെൻട്രേഷൻ വന്ന വ്യത്യാസം കറക്റ്റ് ആക്കുന്ന എൻസൈം. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഇവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വഴി പ്ലാന്റ് ബാക്ക് ടു നോർമൽ കണ്ടീഷനിലോട്ട് വരുന്നു ആഫ്റ്റർ ആൻ എബയോട്ടിക് സ്ട്രെസ്. അപ്പം അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഫാക്ടേഴ്സ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് സ്കാവഞ്ചിങ് എൻസൈം, അല്ലെങ്കിൽ മോളിക്കുലർ ചാപ്രോൺ, ഓസ്മോ പ്രൊട്ടക്റ്റേഴ്സ്, ഇവരൊക്കെ ഈ ഒരു എബയോട്ടിക് സ്ട്രെസ്സിന് ശേഷവും കുറേ കാലത്തേക്ക് പ്ലാന്റിൽ അങ്ങനെ തന്നെ തുടരുന്നു. അപ്പോൾ അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റൊരു എബയോട്ടിക് സ്ട്രെസ് വന്നാലും ആ ഒരു ഫാക്ടേഴ്സിനെ ഉപയോഗിച്ച് രണ്ടാമത്തെ എബയോട്ടിക് സ്ട്രെസ്സിനെ കൗണ്ടർ ചെയ്യാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ പറ്റുന്നു. എങ്ങനെ? ക്രോസ് പ്രൊട്ടക്ഷൻ വഴി. അതാണ് ക്രോസ് പ്രൊട്ടക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്ട്രെസ് സെൻസിങ് മെക്കാനിസം ഇൻ പ്ലാന്റ്. എങ്ങനെയാണ് പ്ലാന്റ് സ്ട്രെസ് സെൻസ് ചെയ്യുന്നത്? സ്ട്രെസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ സ്ട്രെസ് എങ്ങനെ പ്ലാന്റ് ഡിറ്റക്ട് ചെയ്യുന്നു, അതിനുശേഷം ഇതിനെ കൗണ്ടർ ചെയ്യാൻ പാകത്തിനുള്ള മറ്റ് മെറ്റബോളിക് പാത്ത് അല്ലെങ്കിൽ പ്രോട്ടീനുകളുടെ പ്രൊഡക്ഷൻ, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നുള്ളതാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ പ്ലാന്റ് സ്ട്രെസ് ചെയ്യുന്നു? ഒന്ന് ഫിസിക്കൽ സെൻസിങ്. അപ്പോൾ ഫിസിക്കൽ സെൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ് ഈ സെൽ സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം വരാറുണ്ട്. നമ്മൾ കണ്ടായിരുന്നു ഡ്രോട്ടിൻ്റെ സമയത്ത് ഈ സൈറ്റോപ്ലാസം ഷ്രിങ്ക് ചെയ്യും, അല്ലെങ്കിൽ വാട്ടർ ലോസ്, അങ്ങനെയുള്ള കോൺട്രാക്ഷൻ ഓഫ് പ്ലാസ്മ മെമ്പറൈൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ സെൻസ് ചെയ്യുന്നു. അതിലൂടെ എന്താണ് ഒരു എബയോട്ടിക് സ്ട്രെസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതാണ് ഫിസിക്കൽ സെൻസിങ്. ഇനി ബയോഫിസിക്കൽ സെൻസിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരിക, അല്ലെങ്കിൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റിക്ക് വ്യത്യാസം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യുന്നു. അതാണ് ബയോഫിസിക്കൽ സെൻസിങ്. ഇനി മെറ്റബോളിക് സെൻസിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അൺകപ്ലിംഗ് നടക്കുന്നു. നമ്മൾ പറഞ്ഞു അൺകപ്ലിങ്ങിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്താണ്? നോർമലി പ്ലാന്റ് ഇല്ലാത്തതാണ്. അതിൻ്റെ പ്രസൻസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു എബയോട്ടിക് സ്ട്രെസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ബയോകെമിക്കൽ സെൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ, ആ പ്രോട്ടീനുകൾക്ക് സ്ട്രെസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ചില കാൽസ്യം ചാനലിനൊക്കെ എന്താണ് ഈ ചേഞ്ചിങ്
ടെമ്പറേച്ചർ കൊണ്ടുണ്ടാകുന്ന സെൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കാൽസ്യം ചാനൽ ആക്ടിവേറ്റഡ് ആകും, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ വിച്ച് ക്യാൻ സെൻസ് സ്ട്രെസ്, അതിനകത്ത് ബയോകെമിക്കൽ സെൻസിങ്. ഇനി എന്താണ് എപ്പിജനറ്റിക് സെൻസിങ് ഉണ്ടെങ്കിൽ എപ്പിജനറ്റിക് ചേഞ്ച് എന്താണ്? DNA-യിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചാണ്. അത് ഹെട്രോക്രോമാറ്റിനൈസേഷൻ ആകാം, യൂക്രോമാറ്റിനൈസേഷൻ ആകാം. അങ്ങനെയുള്ള DNA-യിലെ ചേഞ്ചുകൾ എബയോട്ടിക് സ്ട്രെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ എബയോട്ടിക് സ്ട്രെസ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രെസ് സെൻസിങ് മെക്കാനിസംസ് ഇൻ പ്ലാന്റ്. ഇതൊക്കെയാണ് ഫിസിക്കൽ സെൻസിങ്, ബയോഫിസിക്കൽ സെൻസിങ്, മെറ്റബോളിക് സെൻസിങ്, ബയോകെമിക്കൽ സെൻസിങ് ആൻഡ് എപ്പിജനറ്റിക് സെൻസിങ്. അപ്പം അടുത്ത നമ്മുടെ ചാപ്റ്റർ ഏർലി ആക്ടിങ് സ്ട്രെസ് സെൻസേഴ്സ് പ്രൊവൈഡ് ദ ഇനീഷ്യൽ സിഗ്നൽ ഫോർ സ്ട്രെസ് റെസ്പോൺസ്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ പറയുന്ന എബയോട്ടിക് സ്ട്രെസ് വന്നു കഴിയുമ്പോൾ ചില ഫാക്ടേഴ്സ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അവർ ഈ പറയുന്ന സ്ട്രെസ് റെസ്പോൺസിന് ഇതിനോട് പ്രതികരിക്കാൻ വേണ്ടുന്ന ഏർലി സിഗ്നൽസ് അവർ തന്നെ കൊടുക്കും. ഈ മനസ്സിലാക്കിയവർ തന്നെ ആദ്യത്തെ സിഗ്നൽസ് കൊടുക്കും, ഇതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനകത്ത് എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത് ഒരു കാൽസ്യം ചാനൽ, അറാബ്ഡോസിൽ ഒരു കാൽസ്യം ചാനൽ സൈക്ലിക് ന്യൂക്ലിയോടൈഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ ആക്റ്റീവ് ആകുന്ന ഒരു കാൽസ്യം ചാനൽ അറാബ്ഡോസിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെന്താണ്? ടെമ്പറേച്ചറിലുണ്ടാകുന്ന ചേഞ്ച്, ഹീറ്റ് സ്ട്രെസ്സിൻ്റെ സമയത്തുണ്ടാകുന്ന ടെമ്പറേച്ചറിലുണ്ടാകുന്ന ചേഞ്ച് സെൻസ് ചെയ്യും, ആക്റ്റീവ് ആവുകയും ചെയ്യും. കാൽസ്യം ചാനൽ ആക്റ്റീവ് ആവട്ടെങ്കിൽ ഒരുപാട് സിഗ്നൽസ് വരും. അപ്പോൾ എന്തായിരിക്കും? ഈ പറയുന്ന ഹീറ്റ് സ്ട്രെസ്സിൻ്റെ സമയത്തുള്ള ടെമ്പറേച്ചർ ചേഞ്ച് അറാബ്ഡോസിൽ ചില കാൽസ്യം ചാനൽ ഡിക്റ്റേറ്റ് ചെയ്യും. അത് കാൽസ്യം ചാനലിൻ്റെ ആക്ടിവേഷന് കാരണമാകുകയും അതുവഴി കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. അതുകൂടാതെ ഒരു കൈനേസ് SNRK1, SNF1 റിലേറ്റഡ് കൈനേസ്, ഇങ്ങനെയുള്ള കൈനേസുകൾ അറാബ്ഡോസിൽ ഇങ്ങനെയുള്ള കൈനേസുകൾ എനർജി ഡിപ്ലീഷൻ, അതായത് ഈ പറയുന്ന സ്ട്രെസ്സ് മിക്കവാറും ബാധിക്കുന്നത് എന്താണ്? ഫോട്ടോസിന്തസിസ് അതുപോലുള്ള എനർജി പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബാധിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ സ്റ്റോപ്പ് ആകുന്ന വഴിയുള്ള എനർജി ഡിപ്ലീഷൻ മനസ്സിലാകും. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള എനർജി ഡിപ്ലീഷൻ മനസ്സിലാക്കുകയും നൂറുകണക്കിന് സ്ട്രെസ് റെസ്പോൺസ്, സ്ട്രെസ്സിനോട് പ്രതികരിക്കുന്നതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ജീനുകളുടെ ആക്ടിവേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. കൈനേസാണ്, ഫോസ്ഫോറിലേഷൻ വഴി അത് ആക്ടിവേറ്റ് ചെയ്യും. ഇനി അടുത്ത എന്താണ്? ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഹിസ്റ്റഡിൻ കൈനേസ് ATHK1. അതെന്താണ്? ഓസ്മോട്ടിക് സ്ട്രെസ് സെൻസ് ചെയ്യുന്നു. ഓസ്മോട്ടിക് സ്ട്രെസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. അയോണിക് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടുവരുന്ന ഓസ്മോട്ടിക് സ്ട്രെസ് സെൻസ് ചെയ്യുകയും അബ്സിസിക് ആസിഡ് പ്രൊഡക്ഷന് കാരണമാവും. അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് പാത്വേയും അബ്സിസിക് ആസിഡ് ഇൻഡിപെൻഡൻറ്റ് പാത്വേയും, രണ്ട് പാത്വേയും ആക്ടിവേറ്റ് ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ഹിസ്റ്റഡിൻ കൈനേസ് ATHK1 ആണ്, ഓസ്മോട്ടിക് സ്ട്രെസ് സെൻസ് ചെയ്തിട്ട്. ഇനി അതുകൂടാതെ ലൂസിൻ റിച്ച് റിപ്പീറ്റുള്ള റിസപ്റ്റർ കൈനേസ്, അതായത് LRRK, അത് സലൈനിറ്റി സ്ട്രെസ് മനസ്സിലാക്കുകയും അറാബ്ഡോസിസിൽ അതിന് സലൈനിറ്റി സ്ട്രെസ് നമ്മൾ പറഞ്ഞതാണ്, സലൈനിറ്റി സ്ട്രെസ് മനസ്സിലാക്കുകയും അതുവഴി ആക്റ്റീവ് ആവുകയും ചെയ്യും. ഈ കൈനേസ് ഒരുപാട് പ്രോട്ടീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു. അത് എന്തിന് കാരണമാകുന്നു? ഫോസ്ഫോറിലേറ്റഡ് കണ്ടീഷനിൽ ആ പ്രോട്ടീനുകൾ ഈ പറയുന്ന സ്ട്രെസ്സിനോട് പ്രതികരിക്കുന്നതിന് പ്ലാന്റിന് കേപ്പബിലിറ്റി കൊടുക്കുന്നു. അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കാണപ്പെടുന്ന ഒരു ട്രാൻസ് മെംബ്രെയിൻ സെൻസർ പ്രോട്ടീൻ IRE, അത് പലപ്പോഴും അറാബ്ഡോസിൽ ഹീറ്റ് ടോളറൻസിന് പാത്വേ ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ അതിന് റോളുണ്ട്. അതുകൂടാതെ ഹൈപ്പോക്സിയ, ഓക്സിജനിലുള്ള കുറവ് മനസ്സിലാക്കുന്ന ഹൈപ്പോക്സിയ അസോസിയേറ്റഡ് എഥിലിൻ റെസ്പോൺസ് ഫാക്ടർ സെൻസ് ഓക്സിജൻ ലെവൽ ഡ്യൂറിങ് ഹൈപ്പോക്സിയ. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇതുകൂടാതെ ഒരുപാട് ഫാക്ടേഴ്സ് ഈ സ്ട്രെസ് റെസ്പോൺസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇത് കൂടുതലായിട്ട് സ്റ്റഡി നടത്തിയിരിക്കുന്ന കുറേ ഫാക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞേക്കുന്നേ ഉള്ളൂ.